പോലെ തന്നെ നമ്മുടെ ക്രിമിനൽ പ്രൊസീജിയർ കോഡ് അഥവാ CRPC എന്ന് പറയുന്നത് പ്രൊസീജിയർ ആണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഇന്ത്യയിൽ എക്സിസ്റ്റ് ചെയ്യുന്ന എല്ലാ നിയമങ്ങളെയും നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാൻ സാധിക്കും. ഒന്ന് സബ്സ്റ്റൻറ്റീവ് നിയമങ്ങളെന്നും മറ്റൊന്ന് പ്രൊസീജിയറൽ നിയമങ്ങളെന്നും. ബേസിക്കലി നമ്മൾ എന്തൊക്കെയാണ് പറയുന്നത്? ഒന്നിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സബ്സ്റ്റൻറ്റീവ് ലോസ് എന്നും മറ്റൊന്നിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രൊസീജിയറൽ ലോസ് എന്നും. ഓക്കെ, ഇത് തമ്മിലുള്ളൊരു വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, ഈ സബ്സ്റ്റൻറ്റീവ് നിയമങ്ങൾ എന്താണ് ഒരു ഒഫൻസ്, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ റൈറ്റ് എന്താണ്, ഒരാളുടെ ലയബിലിറ്റി എങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഒരു വ്യക്തി ഇന്ന കാര്യം ചെയ്താൽ അതൊരു ഒഫൻസായി മാറുന്നു. ഒരു വ്യക്തിക്ക് ഈ രീതിയിലുള്ള റൈറ്റ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, നമുക്കൊക്കെ വോട്ട് ചെയ്യാനുള്ള ഒരു അവകാശമുണ്ട്, അല്ലേ? അത് നമ്മുടെ ഒരു റൈറ്റ് ആണ്. മറ്റൊരാളിൽ നിന്നും നമ്മുടെ ലൈഫിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു അവകാശം നമുക്കുണ്ട്, അല്ലെ? അത് നമ്മുടെ ഒരു അതായത് മറ്റൊരാൾ നമ്മളെ എന്തെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ശിക്ഷ കിട്ടും. കാരണം എന്താണ്? നമ്മുടെ അവകാശമായിരുന്നു നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത്. അത് ആ വ്യക്തി കാരണം വയലേറ്റ് ചെയ്യപ്പെട്ടു. അതുകൊണ്ട് ആ വ്യക്തിക്ക് നമ്മൾ എന്ത് കൊടുക്കും? ലയബിലിറ്റി അഥവാ ശിക്ഷ കൊടുക്കും. അപ്പൊ ഇങ്ങനെ എന്താണ് കുറ്റം, എന്താണ് ഒരാളുടെ റൈറ്റ്, എന്താണ് ഒരാളുടെ ലയബിലിറ്റി എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന, എന്ന് വിവരിച്ചിരിക്കുന്ന നിയമങ്ങളെയാണ് നമ്മൾ സബ്സ്റ്റൻറ്റീവ് നിയമങ്ങൾ എന്ന് വിളിക്കുന്നത്. ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് നമ്മുടെ IPC. ഓക്കെ, CPC ഇല്ല, IPC. അതിനുശേഷം നമ്മൾ പഠിക്കുന്ന നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, പിന്നെ എന്താ നമ്മുടെ എവിഡൻസ് ഒരു സബ്സ്റ്റൻറ്റീവ് നിയമവുമാണ്, ഒരു പ്രൊസീജിയറൽ നിയമമാണ് കേട്ടോ. രണ്ടും കൂടി ചേർന്ന ഒരു ആക്റ്റാണ്. ഇങ്ങനെ കുറേ ആക്റ്റുകളുണ്ട്, സബ്സ്റ്റൻറ്റീവ് ആക്റ്റുകൾ എന്ന് നമുക്ക് വിളിക്കാൻ പറ്റുന്ന കുറേ. നമ്മളെ പേഴ്സണൽ ലോസ് അല്ല, നമ്മുടെ ഹിന്ദു ലോ, മുസ്ലിം ലോ, ഇങ്ങനെ നമ്മുടെ ഹിന്ദു മാരേജ് ആക്ട്, എന്താ പറയാ, നമ്മുടെ ഹിന്ദു സക്സഷൻ ആക്ട്, അഡോപ്ഷൻ ആൻഡ് മെയിൻ്റെനൻസ് ആക്ട്, നമ്മുടെ മുസ്ലിം പേഴ്സണൽ ലോസ് എല്ലാം. അങ്ങനെ ഇവരൊക്കെ എന്തായിരിക്കും, ഒരാളുടെ റൈറ്റ് എന്താണ്, ലയബിലിറ്റി എന്താണെന്നൊക്കെയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ സബ്സ്റ്റൻറ്റീവ് നിയമങ്ങളാണ്. ഇനി വരുന്നതാണ് പ്രൊസീജിയറൽ നിയമങ്ങൾ. ഈ സബ്സ്റ്റൻറ്റീവ് നിയമത്തിൽ കുറേ റൈറ്റും കുറേ ലയബിലിറ്റിയും ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഈ റൈറ്റും ലയബിലിറ്റിയും ഒക്കെ എന്തെങ്കിലും വയലേറ്റ് ചെയ്യപ്പെട്ടാൽ അത് എങ്ങനെയാണ് പാലിക്കേണ്ടത്, അല്ലെങ്കിൽ ആ ഒരു റൈറ്റ് എങ്ങനെ എൻഫോഴ്സ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് സബ്സ്റ്റൻറ്റീവ് നിയമത്തിൽ പറയുന്നില്ല. ഫോർ എക്സാമ്പിൾ, IPC പറയുന്നുണ്ട് മർഡർ എന്ന് പറയുന്നത് ഒരു ഒഫൻസ് ആണ്. ഒരു വ്യക്തി കൊലപ്പെട്ടാൽ, മറ്റൊരാൾ കൊല്ലുകയാണെങ്കിൽ അതൊരു ഒഫൻസ് ആണെന്നും ഈ വ്യക്തിക്ക് ശിക്ഷ കൊടുക്കുമെന്നും. പക്ഷെ എങ്ങനെ ശിക്ഷ കൊടുക്കണം, അതിന്റെ പ്രൊസീജിയർ എന്താണ്, ഏത് രീതിയിലാണ് നമ്മളൊരു കുറ്റം നടന്നാൽ അതിനെ അപ്രോച്ച് ചെയ്യേണ്ടത്, ഇതൊന്നും നമ്മുടെ IPC പറയുന്നില്ല. അപ്പൊ ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന നിയമങ്ങൾ, അതായത് സബ്സ്റ്റൻറ്റീവ് നിയമങ്ങൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പ്രാബല്യത്തിൽ കൊണ്ടുവരണം. അതിൽ അല്ലെങ്കിൽ എന്തെങ്കിലും വയലേഷൻ ഉണ്ടായാൽ ആ വയലേഷൻ എങ്ങനെ പരിഹരിക്കപ്പെടണം എന്ന് നമുക്ക് പറഞ്ഞത്, എന്ത് മെത്തേഡിലൂടെയാണ് നമ്മളിത് പരിഹരിക്കേണ്ടത് എന്ന് നമുക്ക് പറഞ്ഞു തരുന്ന നിയമങ്ങളാണ് പ്രൊസീജിയറൽ നിയമങ്ങൾ. ബെസ്റ്റ് എക്സാമ്പിൾ ആണ് നമ്മളിപ്പോൾ പഠിക്കുന്ന CRPC, പിന്നെ ഒന്ന് CPC. നമുക്ക് ആക്ച്വലി രണ്ട് പ്രൊസീജിയറൽ നിയമങ്ങളാണ് ബേസിക് ആയിട്ട് പഠിക്കേണ്ടത്. ഒന്ന് CRPC ആണ്. ഇത് ക്രിമിനൽ സബ്സ്റ്റൻറ്റീവ് നിയമങ്ങളുടെ പ്രൊസീജിയർ ആണ് പറയുന്നത്. ക്രിമിനൽ ആയിട്ടുള്ള സബ്സ്റ്റൻറ്റീവ് നിയമങ്ങളുടെ പ്രൊസീജിയർ എന്താണെന്നാണ് നമ്മുടെ CRPC പറയുന്നത്. പിന്നെ ഒന്നാണ് CPC സിവിൽ പ്രൊസീജിയർ കോഡാണ്. അതുകൊണ്ട് തന്നെ അത് സിവിൽ സബ്സ്റ്റൻറ്റീവ് നിയമങ്ങളുടെ പ്രൊസീജിയർ ആണ് പറഞ്ഞു തരുന്നത്. പിന്നെയാണ് എവിഡൻസ് എന്ന് പറയുന്നത് ഒരു പ്രൊസീജിയറൽ നിയമവുമാണ്, ഒരു സബ്സ്റ്റൻറ്റീവ് നിയമവുമാണ്. കാരണം എവിഡൻസ് നമുക്ക് പഠിക്കാനുണ്ട്. എവിഡൻസിൽ പ്രൊസീജിയേഴ്സും പറയുന്നുണ്ട്, കൂടാതെ എന്തൊക്കെയാണ് റൈറ്റ്, ലയബിലിറ്റി, അങ്ങനെ എന്തൊക്കെയാണ് അഡ്മിസിബിൾ ആണ്, അങ്ങനെ കുറേ കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ അതൊരു മിക്സ്ചർ ആണ്. ഇനി നമ്മൾ CRPC ഒരു പ്രൊസീജിയറൽ നിയമമാണ് എന്ന്, പ്രൊസീജിയറൽ നിയമത്തിന്റെ മറ്റൊരു പേരാണ് അഡ്ജക്റ്റീവ് ലോ. ഓക്കെ, CRPC ഒരു അഡ്ജക്റ്റീവ് ലോ ആണ് എന്ന് വെച്ചാൽ അതിനർത്ഥം CRPC ഒരു പ്രൊസീജിയറൽ ലോ ആണെന്നുണ്ട്. പ്രൊസീജിയറൽ ലോയുടെ മറ്റൊരു പേരാണ് അഡ്ജക്റ്റീവ് ലോ എന്ന് പറയുന്നത്. ഇനി നമ്മൾ CRPC ഒരു പ്രൊസീജിയറൽ ലോ ആണെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും CRPC ഒരു സ്ട്രിക്ട്ലി പ്രൊസീജിയറൽ ലോ അല്ല. അതായത് CRPCയിൽ പ്രൊസീജിയർ ആണ് പറയുന്നതെങ്കിൽ പോലും CRPCയിലെ ചില പ്രൊവിഷൻസ് റൈറ്റിനെ കുറിച്ച് കൂടി പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ഒരു നിയമങ്ങളും സ്ട്രിക്ട്ലി സബ്സ്റ്റൻറ്റീവ് ആണ്, സ്ട്രിക്ട്ലി പ്രൊസീജിയർ ആണെന്ന് ഇങ്ങനെ വളരെ A to Z കാര്യങ്ങളിൽ ഇങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഏത് നിയമം എടുത്ത് നോക്കിയാലും അത് മെയിൻലി സബ്സ്റ്റൻറ്റീവ് ആയിരിക്കും, പക്ഷെ എന്തായാലും അതിനകത്ത് ഇടയിൽ എവിടെയെങ്കിലും പ്രൊസീജിയറൽ ലോ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ പ്രൊസീജിയറൽ ലോ എടുത്ത് നോക്കിയാൽ അത് കംപ്ലീറ്റ്ലി പ്രൊസീജിയർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് മെയിൻലി പ്രൊസീജിയറൽ ലോ ആണ്, പക്ഷെ എവിടെയൊക്കെ അവിടെയും സബ്സ്റ്റൻറ്റീവ് പ്രൊവിഷൻസ് ഉണ്ടായിരിക്കും. ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് നമ്മുടെ CRPC. നമ്മുടെ CRPC നമ്മൾ പഠിക്കാൻ പോകുന്ന CRPC ഒരു പ്രൊസീജിയറൽ ലോ ആണ്. മെയിൻലി അതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് ഏതൊക്കെ ഒഫൻസുകൾ നടന്നാൽ അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത്, ആ ഒഫൻസ് പരിഹരിക്കുന്ന ആൾക്കാർ ആരൊക്കെയാണ്, എവിടെ നമ്മൾ അപ്രോച്ച് ചെയ്യണം, എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നൊക്കെ പ്രൊസീജിയേഴ്സ് ആണ് പറഞ്ഞിരിക്കുന്നത് മുഴുവനും. എന്നാൽ CRPCയിലെ ചില പ്രൊവിഷൻസ്, ഫോർ എക്സാമ്പിൾ സെക്ഷൻ 125 ഓഫ് CRPC, ഇത് പറയണത് മെയിൻ്റനൻസ് എന്ന് പറയുന്ന ഒരു പ്രൊവിഷനെ കുറിച്ചാണ്. എന്താണ് ഈ മെയിൻ്റനൻസ് എന്ന് വെച്ചാൽ നമ്മൾ ഡിവോഴ്സ് നടക്കുന്ന സമയത്ത് ഭാര്യയ്ക്ക് ഭർത്താവ് കൊടുക്കുന്ന
തുക, അതായത് ഭാര്യയുടെ ദൈനംദിന ജീവിതത്തിനും ഭാര്യയുടെ ചിലവുകൾക്കും അല്ലെങ്കിൽ കുട്ടികളുടെ ചിലവിനും ഒക്കെ വേണ്ടിയിട്ട് ഭർത്താവ് അവർക്ക് കൊടുക്കുന്ന തുകയെയാണ് നമ്മൾ മെയിൻ്റനൻസ് എന്ന് വിളിക്കാം അല്ലെ. അപ്പൊ ഈ മെയിൻ്റനൻസ് CRPC പറഞ്ഞിരിക്കുന്നത് സെക്ഷൻ 125 ഓഫ് CRPC ഈ മെയിൻ്റനൻസ് എന്ന് പറയുന്നത് ഒരു പ്രൊസീജിയർ ആണോ? ഒരു ഭാര്യയ്ക്ക് ഭർത്താവ് ഇത്ര തുക കൊടുക്കണം എന്ന് പറയുന്നത് ഒരു പ്രൊസീജിയർ അല്ല, പകരം അത് പറയുന്നത് ആ ഭാര്യയുടെ റൈറ്റും ഭർത്താവിന്റെ ലയബിലിറ്റിയെ കുറിച്ചുമാണ് അല്ലെ. അപ്പൊ ഈ ഒരു മെയിൻ്റനൻസ് എന്ന് പറയുന്ന പ്രൊവിഷൻ CRPC 125 കിടക്കുമ്പോൾ CRPC സ്ട്രിക്ട്ലി ഒരു പ്രൊസീജിയറൽ നിയമമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ? ഇല്ല. പ്രൊസീജിയറൽ നിയമമാണോ എന്ന് ചോദിച്ചാൽ അതെ, മെയിൻലി പ്രൊസീജിയറൽ നിയമമാണ്. എന്നാൽ ഇതുപോലെ 1-2 പ്രൊവിഷൻസ് കൂടി ഉണ്ട്. ചില പ്രൊവിഷൻസ് സബ്സ്റ്റൻറ്റീവ് ആയിട്ട് കിടപ്പുണ്ട്. അപ്പം ഈ സെക്ഷൻ 125 ആണ് അതിലൊരു എക്സാമ്പിൾ. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വരികയാണ്, അപ്പം CRPC ഒരു സ്ട്രിക്ട്ലി ഒരു പ്രൊസീജിയറൽ നിയമമാണോ അല്ലയോ എന്നാണ് ക്വസ്റ്റ്യൻ വരുന്നെങ്കിൽ അതെ, പ്രൊസീജിയറൽ നിയമമാണ്. എന്നാൽ അതിൽ എന്തെങ്കിലും എക്സെപ്ഷൻ ഉണ്ടോ, അല്ലെങ്കിൽ CRPCയുടെ പ്രൊസീജിയറൽ ലോ ആണെന്ന് പറയുന്നതിന് ഒരു എക്സെപ്ഷൻ എന്താണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിന്റെ ആൻസർ സെക്ഷൻ 125 ഓഫ് CRPC ആണ്. കാരണം സെക്ഷൻ 125 ഓഫ് CRPC ഒരു സബ്സ്റ്റൻറ്റീവ് ലോ ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഇതാണ് നമ്മുടെ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറയുന്നത്. CRPC പഠിക്കുന്നതിന് മുന്നേ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇതൊക്കെ. ഇനി നമുക്ക് CRPCയുടെ ടോപ്പിക്സിലേക്ക് കിടക്കാം. അപ്പൊ നമ്മൾ CRPCയുടെ ഒരു ജനറൽ ഒബ്ജക്റ്റീവ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് തന്നെ കൺസോളിഡേറ്റ് ചെയ്യുക, അമെൻഡ് ചെയ്യുക ലോ റിലേറ്റിംഗ് ടു ക്രിമിനൽ പ്രൊസീജിയർ. CRPC എന്ന് പറയുന്ന ഒരു നിയമം ആക്ച്വലി ബ്രിട്ടീഷുകാർ എഴുതിയുണ്ടാക്കിയ ഒരു നിയമമാണ്. അതിനുശേഷം പല പല അമെൻമെന്റ്സ് അതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ ഓരോ അമെൻമെന്റ്സ് കഴിയുമ്പോഴും കുറെ അധികം ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് 1973 നമ്മൾ തീരുമാനിച്ചു അതുവരെയുള്ള എല്ലാ നിയമങ്ങളെയും കൺസോളിഡേറ്റ് ചെയ്തുകൊണ്ട് അതിൽ അമെൻമെന്റ്സ് ഒക്കെ വരുത്തിക്കൊണ്ട് നമുക്ക് ഒരു ഒറ്റ നിയമമാക്കി മാറ്റാം. അതായിരുന്നു CRPC 1973 എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന നിയമത്തിന്റെ പ്രധാന ഉദ്ദേശം. ഇനി നമ്മൾ ഈ ഒരു 2024 എടുത്ത് നോക്കുകയാണ്, 2024 മാർച്ച് മെയ് ആണോന്ന് കൃത്യമായിട്ട് ഓർമ്മയില്ല, ആ ഒരു മെയ് മാർച്ച് ആ ഒരു ടൈമിൽ എന്ത് വന്നിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഈ CRPC റീപ്ലേസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഭാരതീയ നാഗരിക പാലിക സംഹിത എന്ന് പറയുന്ന പുതിയൊരു നിയമം വന്നിട്ടുണ്ട്. പക്ഷെ ഈ ഒരു നിയമം വന്നെങ്കിൽ പോലും നമ്മൾ ഈ CRPCയും ആ ഒരു നിയമവുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കിയാൽ നമുക്ക് വളരെ വലിയ വ്യത്യാസങ്ങളൊന്നും കാണാനേ സാധിക്കില്ല. എക്സാക്ട്ലി ഡിക്റ്റോ കോപ്പി പേസ്റ്റ് ആണ് സംഭവിച്ചിരിക്കുന്നത്. ചില സ്ഥലങ്ങളിൽ ചില പണിഷ്മെന്റിൽ അല്ലെങ്കിൽ ചില പ്രൊസീജിയറുകളിൽ IPC എടുത്ത് നോക്കുകയാണെങ്കിൽ ഡിറ്റോ ആണ്, ചില പണിഷ്മെന്റ്സിൽ വ്യത്യാസം വന്നു. CRPC എടുത്ത് നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി കോപ്പി പേസ്റ്റ് ആണ്. ചില പ്രൊവിഷൻസിൽ എസ്പെഷ്യലി ചെറിയ ചെറിയ എന്താ പറയുക പ്രൊസീജിയേഴ്സിൽ കുറച്ച് വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് വലിയ മാറ്റങ്ങളൊന്നും തന്നെയും വന്നിട്ടില്ല. അപ്പം പക്ഷേ സെക്ഷൻ അടുക്കിയിരിക്കുന്ന രീതി, അതായത് CRPC നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ 400ഓളം സെക്ഷൻസ്, 450-ന് മുകളിൽ സെക്ഷൻസ് CRPCയിൽ ഉണ്ടായിരുന്നു. എന്നാൽ നമ്മൾ ഇപ്പോഴത്തെ പുതിയ ക്രിമിനൽ നിയമം എടുത്തു നോക്കുമ്പം ഇത്രയും സെക്ഷൻസ് ഇല്ല. കാരണം ഇവർ സെക്ഷൻസ് അറേഞ്ച്മെന്റ്സിൽ കുറച്ച് വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. ഓക്കെ, പക്ഷെ കൺസെപ്റ്റിൽ ഒരു വ്യത്യാസവും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഇത് നമ്മളിപ്പോൾ പഠിക്കുന്നത് 1973 CRPC ആണ് കേട്ടോ. പുതിയ നിയമത്തിന്റെ പേര് CRPC എന്നല്ല. ഇനി ഇത് കഴിഞ്ഞതിന് ശേഷം, അതായത് ഒബ്ജക്റ്റീവ് പറഞ്ഞതിന് ശേഷം ഷോർട്ട് ടൈറ്റിലാണ് പറയണത്. ഷോർട്ട് ടൈറ്റിൽ പറയണത് എന്താണ്? ദിസ് ആക്ട് മേ ബി കോൾഡ് ദി കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ 1973. ഈ ആക്ടിന്റെ പേര് കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ 1973 എന്നാണ്. ബട്ട് നമ്മൾ ജനറലി വിളിക്കുക CRPC അഥവാ കോഡ് എന്ന് പറയുന്ന വാക്ക് മാത്രമായിരിക്കും നമ്മൾ ഇനി ഈ ആക്ട് പഠിക്കുമ്പോൾ നമ്മൾ പലയിടത്തും യൂസ് ചെയ്യുന്നത് കോഡ് എന്നായിരിക്കും. കോഡ് എന്നതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് CRPCനെയാണ്. ഇനി എക്സ്റ്റെൻഡ് എന്താണ്? ഇറ്റ് എക്സ്റ്റെൻഡ്സ് ടു ഹോൾ ഓഫ് ഇന്ത്യ. ഇന്ത്യ മുഴുവനായും ഇത് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. എന്നാൽ ചില സ്ഥലങ്ങളിൽ വ്യത്യാസമുണ്ട്. എന്തൊക്കെയാണ്? പ്രൊവൈഡഡ് ദാറ്റ് ദ പ്രൊവിഷൻസ് ഓഫ് ദിസ് കോഡ് അതർ ദാൻ ദോസ് റിലേറ്റിംഗ് ടു ചാപ്റ്റർ 8, 10, 11 thereof shall not apply. ഈ ചാപ്റ്റേഴ്സ് അല്ലാതെ, അതർ ദാൻ ദിസ്, ഇതല്ലാതെ മറ്റ് ചാപ്റ്റേഴ്സ് ഉണ്ടല്ലോ നമ്മൾ CRPCയിലെ 1 മുതൽ 7 വരെ, പിന്നെ 8 പറയുന്നുണ്ട്, 9 പറയുന്നില്ല, 10, 11 പറയുന്നുണ്ട്, 11ന് ശേഷം ഇത്രയും ചാപ്റ്റേഴ്സ് ഈ സ്ഥലങ്ങളിൽ അപ്ലൈ ചെയ്യില്ല. ഓക്കെ, അപ്പം ചാപ്റ്റർ 8ഉം 10ഉം 11ഉം ഒഴിച്ചാൽ ബാക്കി CRPCയുടെ ചാപ്റ്റേഴ്സ് ഒന്നും ഈ പറയുന്ന സ്ഥലങ്ങളിൽ അപ്ലൈ ചെയ്യില്ല. ഏതൊക്കെയാണ് സ്ഥലങ്ങൾ? നാഗാലാൻഡ് എന്ന് പറയുന്ന സ്റ്റേറ്റിൽ CRPCയുടെ ഈ ചാപ്റ്റേഴ്സ് ഒന്നും അപ്ലൈ ചെയ്യില്ല. അതുപോലെ തന്നെ ട്രൈബൽ ഏരിയാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മിസോറം, ത്രിപുര, ആസാം. ഓക്കെ, ഈ 3 സംസ്ഥാനങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ നമുക്കത് എങ്ങനെയാണ് ഇത് മനസ്സിലായെന്ന് ചോദിച്ചാൽ അപ്ലൈ ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കി എടുത്തതാ. CRPCയിലെ ട്രൈബൽ ഏരിയാസ് എന്ന് പറയുന്ന വാക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ ട്രൈബൽ ഏരിയാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ 3 സ്റ്റേറ്റുകളാണെന്ന് നമുക്ക് ഇതിന്റെ ആപ്ലിക്കേഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു.
അപ്പം നാഗാലാൻഡിലും ഈ 3 സ്റ്റേറ്റിലും നമ്മുടെ CRPCയുടെ ചാപ്റ്റർ 8ഉം 10ഉം 11ഉം മാത്രമേ അപ്ലൈ ചെയ്യുന്നുള്ളൂ. ബാക്കി ഈ ചാപ്റ്റേഴ്സ് ഒന്നും ഈ സംസ്ഥാനങ്ങളിൽ അപ്ലൈ ചെയ്യുന്നില്ല. അതിനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ അവിടെ ട്രൈബൽ കമ്മ്യൂണിറ്റീസ് ആണ്, അവർക്ക് അവരുടേതായ കുറെ കസ്റ്റവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ എപ്പോഴും ലോയിൽ നമ്മളൊരു നിയമം കൊണ്ടുവരികയാണെങ്കിൽ ഒരു നിയമവും ഉണ്ട്, അതേപോലെ തന്നെ വേറൊരു കസ്റ്റവും ഉണ്ടെന്ന് വിചാരിക്കാം. നമ്മൾ ഈ കസ്റ്റത്തിന് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കും നിയമത്തിനേക്കാളും, പ്രൊവൈഡഡ് ഈ കസ്റ്റത്തിന് കുറെ കണ്ടീഷൻസ് പറയുന്നുണ്ട് ലോയിൽ. കസ്റ്റം എന്ന് പറയുന്നത് ഇമ്മെമ്മോറിയൽ ആയിരിക്കണം, അത് കണ്ടിന്യൂസ് ആയിരിക്കണം, അത് ആന്റിക് ആയിരിക്കണം, അങ്ങനെ കുറെ കണ്ടീഷൻസ് പറയുന്നുണ്ട്. ഈ കണ്ടീഷൻസ് ഒക്കെ ഒരു കസ്റ്റം പാലിക്കുകയാണെങ്കിൽ ആ കസ്റ്റത്തിന് നമ്മൾ ലോയേക്കാൾ ഇമ്പോർട്ടൻസ് കൊടുക്കും, ലോയേക്കാൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കസ്റ്റമായി മാറും അത്. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഹിന്ദു മാരേജിൽ നമ്മൾ 7 പ്രാവശ്യം കറങ്ങുക എന്ന് പറയുന്ന ഒരു റിച്വൽ ഉണ്ട് അല്ലെ. അപ്പൊ ഈ 7 പ്രാവശ്യം കറങ്ങുക എന്ന് പറയുന്ന റിച്വൽ പണ്ട് മുതലേ നമ്മൾ പാലിക്കുന്ന, ഇപ്പം നമ്മൾ 7 കറങ്ങില്ല, ബട്ട് 3 മിനിമം നമ്മൾ കറങ്ങും അല്ലെ. പണ്ട് മുതലേ നമ്മൾ പാലിക്കുന്ന ഒരു കസ്റ്റമാണ്. അതൊരു കസ്റ്റമായിട്ട് കണക്കിലാക്കുകയും അത് ചെയ്തില്ലെങ്കിലുണ്ടല്ലോ മാരേജ് പോലും നടന്നില്ല എന്ന് നമ്മൾ ഹിന്ദു ലോയിൽ കണക്കാക്കുക. അതായത് ഇപ്പൊ നിങ്ങളൊരു മാരേജ് കഴിഞ്ഞു, നിങ്ങൾ മാരേജ് സർട്ടിഫിക്കറ്റ് വരെ നിങ്ങളുടെ കയ്യിലുണ്ട്, പക്ഷെ സർട്ടിഫിക്കറ്റിന് പോലും വാലിഡിറ്റി ഇല്ല നിങ്ങൾ ഈ കസ്റ്റം പാലിച്ചില്ല എന്നുണ്ടെങ്കിൽ. അതാണ് പല കേസുകളിലും റെവല്യൂഷനായിട്ട് മാറിയിരിക്കുന്ന ഒരു സംഭവമാണ്. പല കേസുകളിലായിട്ട് നമ്മുടെ കേരള ഹൈക്കോർട്ട് എടുത്തെടുത്ത് പറയുന്ന ഒരു സംഭവമാണ്, ഹിന്ദു മാരേജിൽ നമുക്ക് ഈ കസ്റ്റം നിങ്ങൾ ഫോളോ ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ മാരേജ് പോലും ഇൻവാലിഡ് ആണ്. ഓക്കെ, പക്ഷേ സ്ട്രോങ് പ്രൂഫ്, വേറെ കുറെ കാര്യങ്ങളും കൂടി ഉണ്ട് കേട്ടോ. നിങ്ങളുടെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്, നിങ്ങൾക്ക് സ്ട്രോങ് പ്രൂഫ് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്, സൊസൈറ്റി നിങ്ങളെ ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ട് റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ടെന്ന്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ആ സർട്ടിഫിക്കറ്റിന് വാലിഡിറ്റി നമ്മൾ കൊടുക്കും. പക്ഷെ അങ്ങനെ ഒരു റെക്കഗ്നിഷൻ നിങ്ങൾക്ക് കിട്ടുന്നില്ല, നിങ്ങളുടെ സൊസൈറ്റി നിങ്ങളെ ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ട് കാണുന്നില്ല, നിങ്ങൾ ഒളിവിലോ തെളിവിലോ എങ്ങാനുമാണ് ഇത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഈ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിന് ഒരു വാലിഡിറ്റി ഉണ്ടാവില്ല, പ്രൊവൈഡഡ് നിങ്ങൾ കസ്റ്റം പാലിച്ചില്ല എന്നെങ്കിൽ. കസ്റ്റം പാലിച്ചിട്ടാണ് നിങ്ങൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നതെങ്കിൽ സൊസൈറ്റി നിങ്ങളെ റെക്കഗ്നൈസ് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല, നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ട് കോടതി കൺസിഡർ ചെയ്യും. ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ കസ്റ്റത്തിന് ഭയങ്കര വാലിഡിറ്റി ഉണ്ട് നമ്മുടെ ലോയിൽ. അപ്പൊ ഈ കസ്റ്റത്തിന് ഇങ്ങനെ ഒരു വാലിഡിറ്റി ഉള്ളത് കൊണ്ടാണ് ഈ പറയുന്ന സംസ്ഥാനങ്ങളിൽ കസ്റ്റത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, നമ്മുടെ ഈ ലോസ് അവിടെ അപ്ലൈ ചെയ്യില്ല എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പൊ നമ്മളെ പുതിയ ക്രിമിനൽ ആക്ട് എടുത്ത് നോക്കിയാൽ ഇതൊന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല, എല്ലായിടത്തേക്കും ആപ്ലിക്കേഷൻ കൊടുക്കുന്നുണ്ട്. ഇനി അപ്പൊ ഇതായിരുന്നു നമ്മുടെ ഒരു ഇൻട്രൊഡക്ഷൻ പോർഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ആദ്യമായിട്ട് പഠിക്കാനുള്ളത് ഡെഫിനേഷൻസ് ആണ്. സെക്ഷൻ 2 ഓഫ് ദി CRPC ആണ് ഡെഫിനേഷൻസ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ആ ഡെഫിനേഷൻസിലേക്കാണ് നമ്മൾ കടക്കാനായിട്ട് പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓരോ വാക്കിന്റെയും ഡെഫിനേഷൻ കൃത്യമായി മനസ്സിലാക്കണം. കാരണം ഒരുപാട് ഡൗട്ട് സാധ്യതയുണ്ടാവും ഈ ഒരു ഡെഫിനേഷൻസ് മനസ്സിലായില്ലെങ്കിൽ. കാരണം നിങ്ങൾക്ക് ഇതുവരെ ഒരു ഐഡിയയോ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും ഇല്ലാത്ത ഒരു സംഭവമാണ് ഈ ക്രിമിനൽ ലോ എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ IPC പഠിച്ചിട്ടായിരിക്കും CRPC പഠിക്കുക. കാരണം IPC പഠിക്കുമ്പോഴാണ് നമ്മൾ ഈ പറയുന്ന വാക്കുകളുടെയൊക്കെ അർത്ഥം കൂടുതൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. എന്നിട്ട് നമ്മൾ CRPC പഠിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. നമ്മളിത് IPC തൊടുക പോലും ചെയ്യാതെ ഡയറക്റ്റ്ലി വന്നിരിക്കുന്നത് CRPCയിലേക്കാണ്. അപ്പം ഇനി നമ്മൾ ഈ വാക്കുകളൊക്കെ കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യാൻ പോകുന്ന വാക്കുകളാണ്. കോഗ്നിസൻസ്, ബെയിലബിൾ, നോൺ ബെയിലബിൾ, എന്താ പറയുക, അങ്ങനെ കംപ്ലൈൻറ്റ്, മജിസ്ട്രേറ്റ്, ഇൻവെസ്റ്റിഗേഷൻ, ഇങ്ങനെ പല വാക്കുകളും നമ്മൾ കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ അർത്ഥം കൃത്യമായി അറിഞ്ഞില്ല എങ്കിൽ ആ സെക്ഷൻ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാതെ ആയിപ്പോകും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഓരോരോ വാക്കുകളും ക്ലാരിറ്റിയിൽ പഠിച്ചു പോകാം. അപ്പോൾ ആദ്യത്തേത് സെക്ഷൻ 2A ആണ്. സെക്ഷൻ 2Aയിൽ ബെയിലബിൾ ഒഫൻസ് എന്നാണ് ഒരു വാക്കാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ബെയിലബിൾ ഒഫൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജാമ്യം കിട്ടുന്ന കുറ്റം. ഓക്കെ, നമ്മൾ ജനറലി സിനിമയിലൊക്കെ കാണാറില്ലേ, ജാമ്യമില്ല വകുപ്പും ജാമ്യം കിട്ടുന്ന വകുപ്പും. അങ്ങനെ ജാമ്യം കിട്ടാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ കിട്ടുന്ന വകുപ്പുകൾ കുറ്റങ്ങളെയാണ് നമ്മൾ ബെയിലബിൾ ഒഫൻസ് എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. എന്താ ഡെഫിനേഷനിൽ പറഞ്ഞിരിക്കുന്നത്? അപ്പം സെക്ഷൻ 2 സബ്സെക്ഷൻ A ആണ് ബെയിലബിൾ ഒഫൻസിനെ ഡിഫൈൻ ചെയ്യുന്നത്. അതനുസരിച്ച് it means an offence which is shown as bailable in the first schedule or which is made bailable by any other law for the time being in force, and non-bailable offence means any other offence. അപ്പം സെക്ഷൻ 2Aയിൽ bailable offenceനെയും നോൺ bailable offenceനെയും ഒരേപോലെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അതിൽ bailable offenceനെ എങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? 2 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് bailable offenceനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ആദ്യം പറയുന്നത് എന്താണ്? bailable offence എന്ന് വെച്ചാൽ ഫസ്റ്റ് സ്കെഡ്യൂളിൽ, നമ്മുടെ CRPCയുടെ ഫസ്റ്റ് സ്കെഡ്യൂളിൽ ഏത് ഒഫൻസുകളെയാണോ ബെയിലബിൾ ഒഫൻസ് എന്ന് വിളിച്ചിരിക്കുന്നത് ആ ഒഫൻസുകളൊക്കെ ബെയിലബിൾ ഒഫൻസ് ആണ് എന്നാണ് ആദ്യമായിട്ട് ഇവർ പറഞ്ഞു വെക്കുന്നത്. അതായത് ഇതാണ് ബെയിലബിൾ ഒഫൻസ് എന്ന് പറയുന്നില്ല, പകരം പറഞ്ഞിരിക്കുകയാണ് കുറേ ഒഫൻസുകളുടെ പേര് ഫസ്റ്റ് സ്കെഡ്യൂളിൽ കൊടുത്തിട്ടുണ്ട്.
അതിൽ ഏതൊക്കെ ഓഫൻസുകളെയാണോ അവിടെ ബെയിലബിൾ ആണ് എന്ന് എഴുതിയിരിക്കുന്നത് ആ ഓഫൻസുകളൊക്കെ ബെയിലബിൾ ഓഫൻസ് ആണ്. ഇനി ഓഫൻസുകൾ ആക്ച്വലി ഫസ്റ്റ് സ്കെഡ്യൂളിൽ കൊടുത്തിരിക്കുന്ന ഓഫൻസുകൾ ഏതായിരിക്കും? IPCയിലെ ഓഫൻസുകൾ ഏതൊക്കെയാണെന്ന് പറയുന്നത്. അപ്പൊ IPCയിൽ എഴുതിയിരിക്കുന്ന ഏതൊക്കെയോ ഓഫൻസുകൾ ഇവർ അതിന്റെയൊക്കെ പേര് ഫസ്റ്റ് സ്കെഡ്യൂളിൽ എഴുതി വെച്ചിട്ടുണ്ട്. CRPCയിൽ ഒരു ഓഫൻസിനെ കുറിച്ചും പറയുന്നില്ല. അത് മനസ്സിലാക്കി വെക്കണം കേട്ടോ. ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ക്ലിയർ ആയിരിക്കണം. ഓഫൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കേണ്ടത് ആ ഓഫൻസ് എവിടെ കിടക്കുന്നത്? IPCയിലാണ്. അപ്പൊ IPCയിൽ കിടക്കുന്ന കുറെ ഓഫൻസുകളുടെ പേര് ഇവർ CRPCയുടെ ഫസ്റ്റ് സ്കെഡ്യൂളിൽ എഴുതി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആ എഴുതി വെച്ചിരിക്കുന്ന ഓഫൻസുകളുടെ തൊട്ടപ്പുറത്ത് അത് ബെയിലബിൾ ആണോ നോൺ ബെയിലബിൾ ആണോ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഏതൊക്കെ ഓഫൻസുകളാണോ ഈ ഫസ്റ്റ് സ്കെഡ്യൂളിൽ ബെയിലബിൾ എന്ന് കൊടുത്തിരിക്കുന്നത് അതൊക്കെ ബെയിലബിൾ ഓഫൻസ് ആണ് എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഒന്നെങ്കിൽ IPCയുടെ ഫസ്റ്റ് സ്കെഡ്യൂൾ CRPCയുടെ ഫസ്റ്റ് സ്കെഡ്യൂൾ നോക്കി നമുക്ക് മനസ്സിലാക്കാം ഏതൊക്കെയാണ് ബെയിലബിൾ ഓഫൻസ് എന്ന്. അല്ലെങ്കിൽ which is made bailable by any other law for the time being in force. ഇനി ക്രിമിനൽ നിയമം IPC മാത്രമാണോ? IPCയിൽ മാത്രമാണോ ക്രിമിനൽ ഒഫൻസുകളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്? അല്ല, കുറെ അധികം നിയമങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ ഡൊമസ്റ്റിക് വയലൻസ് ആക്ട്, നമ്മുടെ ഫുഡ് സേഫ്റ്റി ആക്ട്, ഇതൊക്കെ ക്രിമിനൽ നിയമങ്ങളാണ്. ഇവിടെ ഒക്കെ കുറെ ഒഫൻസുകളെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ ഈ ഒഫൻസുകളൊക്കെയും എന്താ പറയാ ബെയിലബിൾ ആയിരിക്കാം, നോൺ ബെയിലബിൾ ആയിരിക്കാം അല്ലേ? അപ്പം IPCയിലെ ഓഫൻസുകൾ ഏതൊക്കെയാണ് ബെയിലബിൾ എന്നുള്ളത് CRPCയുടെ ഫസ്റ്റ് സ്കെഡ്യൂളിൽ കൊടുത്തിട്ടുണ്ട്. അതല്ലാതെ മറ്റേതെങ്കിലും ക്രിമിനൽ നിയമങ്ങളിൽ ഏതൊക്കെയോ ഓഫൻസുകൾ പറയുന്നുണ്ട്. ആ ക്രിമിനൽ നിയമങ്ങൾ തന്നെ ആ ഓഫൻസുകൾ ബെയിലബിൾ ആണോ നോൺ ബെയിലബിൾ ആണോ എന്ന് കൂടി പറയുന്നുണ്ടായിരിക്കും. അങ്ങനെ മറ്റേതെങ്കിലുമൊക്കെ ക്രിമിനൽ നിയമങ്ങൾ ഏതെങ്കിലുമൊക്കെ ഓഫൻസുകളെ ബെയിലബിൾ ആണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ആ ഓഫൻസുകളും CRPCയുടെ അടിസ്ഥാനത്തിൽ ബെയിലബിൾ ആയിരിക്കും. അപ്പോൾ രണ്ട് രീതിയിലാണ് ബെയിലബിൾ ഓഫൻസുകളെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഈ ബെയിലബിൾ ഓഫൻസിന്റെ ഡെഫിനിഷൻ ഇവിടെ എന്തിനാ പറയുന്നതെന്നറിയോ? നമുക്കൊരു ചാപ്റ്റർ പഠിക്കാനുണ്ട് ബെയിൽ എടുക്കുന്നതിനെ കുറിച്ച്. ബെയിൽ എടുക്കാനുള്ള പ്രൊസീജിയർ പറയുന്ന ഒരു ചാപ്റ്റർ നമുക്ക് CRPCയിൽ ഉണ്ട്. നമുക്കത് പഠിക്കാനില്ല, പക്ഷെ അങ്ങനെ ഒരു ചാപ്റ്റർ ഉണ്ട്. അപ്പൊ ആ ചാപ്റ്ററിൽ ബെയിലബിൾ ഓഫൻസ് നോൺ ബെയിലബിൾ ഓഫൻസ് എന്ന് പറഞ്ഞ വാക്ക് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് അറിയണമല്ലോ ഏതാണ് ബെയിലബിൾ എന്നും ഏതാണ് നോൺ ബെയിലബിൾ എന്നും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഡെഫിനേഷൻ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ബെയിലബിൾ ഓഫൻസിനെ ഇവർ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് രണ്ട് രീതിയിലാണ്. ഒന്ന്, CRPCയുടെ ഫസ്റ്റ് സ്കെഡ്യൂളിൽ കൊടുത്തിരിക്കുന്ന ഒഫൻസുകൾ അതിൽ ബെയിലബിൾ ആണ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒഫൻസുകളെല്ലാം ബെയിലബിൾ ഒഫൻസുകളാണ്. മറ്റേതെങ്കിലും നിയമങ്ങളിൽ ബെയിലബിൾ ആണ് എന്ന് പറയുന്ന ഒഫൻസുകളെല്ലാം ബെയിലബിൾ ഒഫൻസ് ആണ്. ഇനി ഇതൊന്നും അല്ലാത്ത, അതായത് ഫസ്റ്റ് സ്കെഡ്യൂളിൽ ബെയിലബിൾ ആണെന്ന് പറയാത്ത, മറ്റേതെങ്കിലും നിയമത്തിൽ ബെയിലബിൾ ആണെന്ന് പറയാത്ത എല്ലാ നിയമങ്ങളും സ്വാഭാവികമായിട്ടും എന്ത് തന്നെയായിരിക്കും? നോൺ ബെയിലബിൾ ആയിരിക്കും. അപ്പൊ ബെയിലബിൾ ഒഫൻസ് ഫസ്റ്റ് സ്കെഡ്യൂളിൽ മറ്റു നിയമങ്ങളിലും എടുത്ത് പറയുന്നവയും നോൺ ബെയിലബിൾ ഒഫൻസ് ബെയിലബിൾ ഒഫൻസ് അല്ലാത്ത എല്ലാ ഒഫൻസുകളും നോൺ ബെയിലബിൾ ഒഫൻസുകളാണ്. ഇങ്ങനെയാണ് ഡെഫിനേഷനിൽ കൊടുത്തിരിക്കുന്നത്. ഇനി നോൺ ബെയിലബിൾ ഒഫൻസ് എന്ന് വെച്ചാൽ ജാമ്യമില്ലാ വകുപ്പ് നമ്മൾ പറയുന്നില്ലേ, അതിനർത്ഥം ജാമ്യമേ കിട്ടില്ല എന്നാണോ? ഒരിക്കലും അല്ല. ഈ ബെയിലബിൾ ഒഫൻസും നോൺ ബെയിലബിളും തമ്മിലുള്ള വ്യത്യാസം, രണ്ടിലും നമുക്ക് ജാമ്യം എടുക്കാം. പക്ഷെ വ്യത്യാസം എന്താന്ന് വെച്ചാൽ ബെയിലബിൾ ഒഫൻസ് ആണെന്നുണ്ടെങ്കിൽ സീരിയസ് ആയിരിക്കില്ല അത്രയ്ക്ക്. അപ്പൊ അങ്ങനെയുള്ള ഒഫൻസുകൾക്ക് നമുക്ക് ഡയറക്ട്ലി പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ജാമ്യം എടുക്കാൻ സാധിക്കും. നമ്മൾ എന്തെങ്കിലും സെക്യൂരിറ്റി കൊടുക്കുകയോ അങ്ങനെ എന്തെങ്കിലും കൊടുത്തിട്ട് അല്ലെങ്കിൽ ഒരു ആൾജാമ്യം നിന്നിട്ടോ ഒക്കെ നമുക്ക് ജാമ്യം എടുത്തുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് തന്നെ നമുക്ക് ഇറങ്ങിപ്പോരാം. അങ്ങനെയുള്ള ഒഫൻസുകളെയാണ് നമ്മൾ ബെയിലബിൾ എന്ന് വിളിക്കുക. ഇനി നോൺ ബെയിലബിൾ ഒഫൻസിന്റെ അർത്ഥം നമുക്ക് ജാമ്യമേ കിട്ടില്ല എന്നല്ല, ഇത്തരത്തിൽ പോലീസ് സ്റ്റേഷനിലൂടെ നമുക്ക് ജാമ്യം എടുക്കാൻ സാധിക്കില്ല. നമുക്ക് ജാമ്യം കിട്ടണമെങ്കിൽ, ആ മാറ്ററിൽ നമുക്ക് ജാമ്യം എടുക്കണമെങ്കിൽ നമ്മൾ കോടതിയെ സമീപിക്കണം. ഡയറക്ട്ലി കോർട്ടിൽ പോയിട്ട് ബെയിൽ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്ത് ബെയിലിനായിട്ടൊരു ഹിയറിംഗ് നടത്തി കോടതി തീരുമാനിക്കും നമുക്ക് ബെയിൽ തരണോ വേണ്ടയോ എന്ന്. അങ്ങനെയാണെങ്കിലാണ്, അങ്ങനെ ഒരു പ്രൊസീജിയർ നമുക്ക് അഡോപ്റ്റ് ചെയ്യണമെങ്കിൽ ആ ഒഫൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് നോൺ ബെയിലബിൾ ഒഫൻസ്. ഇതാണ് ഈ പറഞ്ഞിരിക്കുന്ന അണ്ടർസ്റ്റാൻഡിങ്ങിന് അപ്പുറത്തേക്ക് ആക്ച്വലി മനസ്സിലാക്കാൻ നമുക്ക് കൂടുതൽ ഓർത്തിരിക്കാൻ പറ്റും. ഇങ്ങനെയായിരിക്കും ബെയിലബിൾ ഒഫൻസ് എന്ന് വെച്ചാൽ ഏതൊക്കെ ഒഫൻസുകൾക്കാണോ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ബെയിൽ കിട്ടുന്നത് അതൊക്കെ ബെയിലബിൾ ആയിരിക്കും. ഓക്കെ, ഈ ഒഫൻസുകളുടെ പേരാണ് ഫസ്റ്റ് സ്കെഡ്യൂളിൽ കൊടുത്തിരിക്കുന്നത്. പോലീസ് സ്റ്റേഷനിൽ നിന്ന് നമുക്ക് ബെയിൽ എടുക്കാൻ പറ്റുന്ന ഒഫൻസുകളാണ് ഫസ്റ്റ് സ്കെഡ്യൂളിൽ ബെയിലബിൾ എന്ന പേരിൽ കൊടുത്തിരിക്കുക, അല്ലെങ്കിൽ മറ്റേതെങ്കിലും നിയമത്തിൽ ബെയിലബിൾ എന്ന പേരിൽ കൊടുത്തിരിക്കുക. ഇനി അങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റാത്ത, കോർട്ട് വഴി മാത്രം നമുക്ക് ബെയിൽ കിട്ടുന്ന ഒഫൻസുകളാണ് നോൺ ബെയിലബിൾ ഒഫൻസ്. ഓക്കെ, ഇനി സെക്ഷൻ 2B ആണ് അടുത്ത ഡെഫിനിഷൻ. ചാർജ് എന്ന് പറയുന്ന വാക്കാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ചാർജ് എന്ന് വെച്ചാൽ ചാർജ് ഇൻക്ലൂഡ്സ് എനി ഹെഡ് ഓഫ് ദ ചാർജ് വെൻ ദ ചാർജ് കണ്ടെയ്ൻസ് മോർ ദാൻ 1. ഈ ഒരു ഡെഫിനിഷനിൽ നിന്നും ചാർജ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാനേ പറ്റില്ല. ഓക്കെ, CRPCയുടെ ഏറ്റവും എന്താ പറയുക ഒരു വളരെ ഇറലവൻ്റ് ആയിട്ടുള്ള ഒരു ഡെഫിനേഷനാണ് ചാർജിന്റെ ഡെഫിനേഷൻ. നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല ചാർജ് എന്താണെന്ന്. ഇവിടെ അവർ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുക, അവർ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ചാർജ് എന്ന് വെച്ചാൽ ഹെഡ് ഓഫ് ദ ചാർജ് ആണ്. ചാർജിന്റെ ഡെഫിനേഷൻ നമുക്ക് അറിയണ്ടേ? ആ ഡെഫിനേഷനിൽ തന്നെ അവർ പറയുന്നത് ചാർജിന്റെ ഹെഡാണ് ചാർജ് എന്ന്. നമുക്കൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല അല്ലെ? ഈ ചാർജ് എന്താണെന്ന് നമ്മളപ്പോൾ മനസ്സിലാക്കേണ്ടത് മറ്റൊരു രീതിയിലാണ്. അതായത് ഇപ്പം എക്സ് എന്ന് പറയുന്ന ആള് എക്സ് എന്ന് പറയുന്ന ഒരാൾ വൈ എന്ന് പറയുന്ന ആളായിട്ട് ഗൂഢാലോചന നടത്തി. ഓക്കെ,
ഇവർ രണ്ടുപേരും കൂടി പ്ലാൻ ഇട്ട് ഇസഡ് എന്ന് പറയുന്ന ഒരാളെ കൊല്ലാൻ പോവുകയാണ്, അല്ലെങ്കിൽ അയാളുടെ കയ്യിലുള്ള കുറച്ച് സാധനം റോബറി നടത്താനായിട്ട്. റോബറി പറ്റില്ല, റോബറി നടത്താൻ പോകുന്നുണ്ട്. ഡക്കോയിറ്റിക്കാണ് 5 പേര് വേണ്ടത്, റോബറിക്ക് അത് ആവശ്യമില്ല, വിട്ടേക്കാം. അപ്പം എക്സും വൈയും കൂടെ കൺസ്പിറസി നടത്തി, ഗൂഢാലോചന നടത്തി. ഗൂഢാലോചനയുടെ ലീഗൽ ടേമാണ് കൺസ്പിറസി. കൺസ്പിറസി നടത്തി ഇവർ എന്ത് ചെയ്യാനായിട്ട് പോവാണ്? ഇസഡിന്റെ കൊള്ളയടിക്കാൻ പോവാണ്, ഇസഡിന്റെ കയ്യിലുള്ള പ്രോപ്പർട്ടി തട്ടിയെടുക്കാൻ പോവാണ്. അപ്പൊ ഇവർ രണ്ടുപേരും കൂടെ ഗൂഢാലോചന നടത്തി ഇസഡിന്റെ അടുത്ത് ചെന്നു, പ്രോപ്പർട്ടി തട്ടിയെടുത്തു. ഇവർ തിരിച്ചു വന്നിട്ട് എക്സ് ഈ പ്രോപ്പർട്ടി വൈക്ക് കൈമാറിയിട്ട് വൈയോട് പറഞ്ഞു, നീ ഈ പ്രോപ്പർട്ടി കൊണ്ടുപോയി ഒളിപ്പിച്ചു വെക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഇവർ ഏതൊക്കെ ഒഫൻസ് ഈ ഒരു കേസിൽ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്? ആദ്യം ഇവർ കമ്മിറ്റ് ചെയ്ത ഒഫൻസ് ആണ് കൺസ്പിറസി അഥവാ ഗൂഢാലോചന. കൺസ്പിറസി അഥവാ ഗൂഢാലോചന മൊത്തമായും ഒരു ഒഫൻസ് ആണ്. സെക്ഷൻ 120A IPC പറയുന്നുണ്ട് കൺസ്പിറസി ഒരു ഒഫൻസ് ആണെന്ന്. രണ്ടാമത് ഇവര് തെഫ്റ്റ് എന്ന് പറയുന്ന ഒഫൻസ്, തെഫ്റ്റ് അല്ല ഇവിടെ റോബറി ആണ് കേട്ടോ, പിടിച്ചു പറയാണ് സംഭവിച്ചിരിക്കുന്നത്. റോബറി എന്ന് പറയുന്ന ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അതും IPC പറയുന്ന ഒരു ഒഫൻസ് ആണ്. സെക്ഷൻ എനിക്ക് ഓർമ്മയില്ല, 400 ആ ഒരു കാറ്റഗറിയിലാണ് വരുന്നത്. ഓക്കെ, റോബറി എന്ന് പറയുന്ന ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി മൂന്നാമത് ഇവർ എന്ത് ചെയ്തു? ആ റോബറി ചെയ്തെടുത്ത വസ്തു ഒളിപ്പിച്ചു, അല്ലെ? സ്റ്റോളൻ പ്രോപ്പർട്ടി എന്ന് പറയുന്ന മറ്റൊരു ഒഫൻസ് ആണത്. ഈ പ്രോപ്പർട്ടി ഒളിപ്പിക്കുക, ഒളിവ് ചെയ്യുക എന്നൊക്കെ പറയണത്. ഓക്കെ, അപ്പൊ ഈ സ്റ്റോളൻ പ്രോപ്പർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മറ്റൊരു ഒഫൻസ് കൂടി ഇവർ ചെയ്തു. അങ്ങനെ 3 ഒഫൻസുകൾ ഇവർ ചെയ്തു. ഇനി ഈ 3 ഒഫൻസുകൾക്കും പണിഷ്മെന്റ് കൊടുത്തിട്ടുണ്ട് IPC. ഇപ്പം നമ്മുടെ 120A IPC കോൺസ്പിറസിയെ കുറിച്ച് പറയുമ്പം 120B ഓഫ് IPC ആണ് ഇതിന്റെ പണിഷ്മെന്റ് എന്താണെന്ന് പറയുന്നത്. ഓക്കെ, ഇനി അപ്പൊ ഈ മൂന്ന് കുറ്റങ്ങൾ ചെയ്ത എക്സിനെയും വൈയെയും നമ്മൾ അറസ്റ്റ് ചെയ്യണം. അറസ്റ്റ് ചെയ്യുമ്പം നമ്മൾ ഇവരുടെ മേലൊരു ചാർജ് ഷീറ്റ്, ആദ്യം FIR എഴുതും. FIR എഴുതുമ്പോൾ ഇവർക്ക് മേൽ നമ്മൾ കുറ്റങ്ങളായിരിക്കും ചുമത്തുക. ഇവർ ചെയ്തിരിക്കുന്ന കുറ്റം കൺസ്പിറസി, റോബറി, സ്റ്റോളൻ പ്രോപ്പർട്ടി. ആ കുറ്റങ്ങൾ ഏതാണെന്നും ആ കുറ്റങ്ങളുടെ സെക്ഷൻസ് എന്താണെന്നും ആയിരിക്കും നമ്മൾ FIR എഴുതാം. ഇനി ഈ FIR-ന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ നടത്തും. പ്രോസസ് എങ്ങനെ നടക്കുക? ഇൻവെസ്റ്റിഗേഷൻ നടത്തി എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഈ കുറ്റം ചെയ്ത ആൾക്കാരുടെ അഗെയിൻസ്റ്റ് ആയിട്ട് എന്തൊക്കെയാണ് തെളിവുകൾ അതൊക്കെ വിവരിച്ചുകൊണ്ട് നമ്മളൊരു പോലീസ് റിപ്പോർട്ട് ഉണ്ടാക്കും. ഈ പോലീസ് റിപ്പോർട്ടാണ് ചാർജ് ഷീറ്റ് എന്ന രൂപേണ നമ്മൾ ഫയൽ ചെയ്യാം. ഈ പോലീസ് റിപ്പോർട്ട് നമ്മൾ ഉണ്ടാക്കില്ലേ? ഈ പോലീസ് റിപ്പോർട്ട് ഉണ്ടാക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ചാർജ് ഷീറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ഈ കുറ്റങ്ങൾ മാത്രമായിരിക്കില്ല നമ്മൾ എഴുതുക. ഇവർക്ക് മേൽ ആരോപിക്കപ്പെടുന്ന കുറ്റങ്ങൾ എന്താണെന്നും ആ കുറ്റങ്ങളിൽ ഏതൊക്കെ ശിക്ഷ അല്ലെങ്കിൽ ഏതൊക്കെ സെക്ഷൻസിന്റെ അടിസ്ഥാനത്തിലാണ് ആ കുറ്റത്തിന് ഇവർക്ക് ശിക്ഷ കിട്ടാൻ പോകുന്നതെന്നും കൂടി നമ്മൾ എഴുതും. അങ്ങനെ ഏതൊക്കെ സെക്ഷൻസ് ആണോ നമ്മൾ ചാർജ് ഷീറ്റിൽ ഇവർക്ക് മേൽ ചുമത്തുന്നത് ആ ഓരോ സെക്ഷനെയും നമ്മൾ വിളിക്കുന്ന പേരാണ് ചാർജ്. അപ്പൊ നമ്മൾ പറയും ഈ വ്യക്തി 120B അടിസ്ഥാനത്തിൽ ചാർജ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. കാരണം 120A പറയുന്ന ഓഫൻസ് അയാൾ ചെയ്തു, അയാൾക്ക് അതിന് കിട്ടാൻ പോകുന്ന ശിക്ഷ 120B പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ പറയും അതുപോലെ തന്നെ സ്റ്റോളൻ പ്രോപ്പർട്ടിയുടെ ഓഫൻസ് ഏതാണോ ആ സെക്ഷൻ നമ്മൾ പറഞ്ഞിട്ട് പറയും ഈ വ്യക്തിയുടെ മുകളിൽ ഈ പറയുന്ന ചാർജുകളുണ്ട്. നിങ്ങൾ സിനിമയൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അതിനകത്ത് ഇങ്ങനെ പറയുന്നുണ്ടായിരിക്കും ഈ വ്യക്തിയുടെ മുകളിലുള്ള ഇന്ന സെക്ഷൻസ് ചാർജ് ചെയ്തിട്ടുണ്ട് എന്ന് പറയും, അല്ലെ? അപ്പൊ ആ ഓരോ സെക്ഷനെയും നമ്മൾ വിളിക്കുന്ന പേരാണ് ചാർജ്. അങ്ങനെ അപ്പൊ ഒരു വ്യക്തി ഒരു കുറ്റം, അതായത് ഒരു സെക്ഷനിൽ പറയുന്ന കുറ്റം മാത്രമേ ചെയ്തിട്ടുള്ളെങ്കിൽ ആ വ്യക്തിയുടെ മേളിൽ ആ കുറ്റം മാത്രമായിരിക്കും നമ്മൾ ചാർജ് ചെയ്യപ്പെടുക. അങ്ങനെ എത്ര സെക്ഷൻസിൽ പറയുന്ന കുറ്റം ചെയ്തിട്ടുണ്ടോ ആ ഓരോ സെക്ഷന്റെ ഹെഡിനെയും നമ്മൾ വിളിക്കുന്ന പേരാണ് ചാർജ്. അതാണ് അവർ ഈ ഡെഫിനേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്നിൽ കൂടുതൽ ഹെഡുകൾ ഉണ്ടെങ്കിൽ, അതായത് ഒന്നിൽ കൂടുതൽ കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓരോ ഹെഡും ചാർജുകളാണ്. നമ്മൾ അങ്ങനെയായിരിക്കും പറയുക. ഇയാൾക്ക് മേൽ 4 ചാർജസ് ആണ് ഉള്ളത്. 4 ചാർജസ് ഏതൊക്കെയാണ്? ആ സെക്ഷൻസ് എന്നിട്ട് പറയും. ഇയാൾക്ക് മേൽ 5 ചാർജസ് ആണ് ഉള്ളത്. എത്ര സെക്ഷൻസ് ആണ്? 5 സെക്ഷൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ആ ഓരോ സെക്ഷൻസും നമ്മൾ ചാർജ് ഷീറ്റിൽ എഴുതും. ഇങ്ങനെയാണ്, ഇതാണ് ചാർജ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം എന്ത് ഒഫൻസ് ആണോ ചെയ്തിരിക്കുന്നത് ആ ഒഫൻസിന്റെ അടിസ്ഥാനത്തിൽ ഏതൊക്കെ സെക്ഷൻസ് ആ വ്യക്തിയിൽ നമ്മൾ അപ്ലൈ ചെയ്യും ആ സെക്ഷനുകളെ ഒക്കെയാണ് നമ്മൾ ചാർജുകൾ എന്ന് വിളിക്കുക. ഓക്കെ, അപ്പൊ ഇതാണ് ചാർജ് എന്ന് പറയുന്ന വാക്കിന്റെ ഡെഫിനേഷൻ. ഈ ചാർജ് എന്ന് പറയുന്ന വാക്കിന്റെ ഡെഫിനേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമ്മൾ ട്രയൽ പഠിക്കാൻ പോകുമ്പോൾ, ഇപ്പോഴൊന്നും നമുക്ക് അധികം ഇതിന്റെ ഉപയോഗം വരത്തില്ല, ട്രയൽ പ്രൊസീജിയേഴ്സ് പഠിക്കാൻ പോകുമ്പോൾ അവിടെ നമ്മൾ കണ്ടിന്യൂസ്ലി ഉപയോഗിക്കാൻ പോകുന്ന ഒരു വാക്കാണ് ചാർജ് ചെയ്യപ്പെട്ടു എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതൊന്ന് മനസ്സിലാക്കി വെച്ചിരിക്കാം. ഇനി അടുത്ത ഡെഫിനേഷനിലേക്കാണ് പോകുന്നത്. സെക്ഷൻ 2C കോഗ്നിസിബിൾ ഒഫൻസ് എന്താണെന്നാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. എന്താണ് കോഗ്നിസിബിൾ ഒഫൻസ്? Cognizable offense means an offense for which, and cognizable case means a case in which police officer may, in accordance with the first schedule or any other law for the time being in force, arrest without warrant. വാറണ്ട് ഇല്ലാതെ നമുക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒഫൻസുകളെയാണ് നമ്മൾ കോഗ്നിസിബിൾ ഒഫൻസ് എന്ന് വിളിക്കുക. അതായത് വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒഫൻസുകൾ. അതിനർത്ഥം എന്താണ്?
അത്രയും സീരിയസ് ക്രൈമാണ്. ആ വ്യക്തി ചെയ്തിരിക്കുന്ന കുറ്റം നമുക്ക് എന്താ പറയാ ഭയങ്കര തെളിവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഈ വ്യക്തി എന്തോ കുറ്റം ചെയ്തിട്ടുണ്ടെന്ന്. അപ്പൊ അത്രയും വലിയൊരു കുറ്റമാണ് ആ വ്യക്തി ചെയ്തിരിക്കണതെങ്കിൽ ആ വ്യക്തി നമുക്ക് കോടതിയിൽ നിന്ന് വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ വാറണ്ട് ഇല്ലാതെ ഏതൊക്കെ കുറ്റങ്ങൾക്കാണോ ഒരു വ്യക്തിയെ നമുക്ക് അറസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നത് ആ കുറ്റങ്ങളെയൊക്കെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോഗ്നിസബിൾ ഒഫൻസ്. ഇപ്പൊ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ ഈ ഒഫൻസുകളെ IPCയിലോ മറ്റേതെങ്കിലും നിയമങ്ങളിലോ പറയുന്ന ഒഫൻസുകളെ പല രീതിയിൽ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ബെയിലിന്റെ അടിസ്ഥാനത്തിൽ ബെയിലബിൾ എന്നും നോൺ ബെയിലബിൾ എന്നും, ഇനി അറസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ കോഗ്നിസബിൾ എന്നും നോൺ കോഗ്നിസബിൾ എന്നും. ഓക്കെ, അപ്പം കോഗ്നിസബിൾ ഒഫൻസുകൾ എന്ന് വെച്ചാൽ വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒഫൻസുകൾ കോഗ്നിസബിൾ ഒഫൻസുകൾ, വാറണ്ടോടുകൂടി മാത്രം അറസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒഫൻസുകൾ നോൺ കോഗ്നിസബിൾ ഒഫൻസുകൾ. അത് ഇവിടെയല്ല, അതിന്റെ ഡെഫിനേഷൻ കുറച്ച് എൻഡിലാണ് വരാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ കോഗ്നിസബിൾ ഒഫൻസിനെ ഇവർ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഏതൊക്കെ ഒഫൻസിനാണോ, കോഗ്നിസബിൾ ഒഫൻസ് എന്ന് വെച്ചാൽ അതൊരു ഒഫൻസ് ആണ്, അല്ലെങ്കിൽ ഒരു കേസ് കോഗ്നിസബിൾ ആണെന്ന് നമ്മൾ പറയുക എപ്പോഴാണ് ആ കേസിൽ അല്ലെങ്കിൽ ആ ഒഫൻസുമായിട്ട് ബന്ധപ്പെട്ട് പോലീസ് ഓഫീസറിന് ഒരു വ്യക്തിയെ വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ പറ്റും. ഇനി ഏതൊക്കെയാണ് ഈ ഒഫൻസുകൾ എന്ന് ഫസ്റ്റ് സ്കെഡ്യൂളിൽ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും നിയമങ്ങളിൽ പറയുന്നുണ്ടാകാം ഇതൊരു കോഗ്നിസബിൾ ഒഫൻസ് ആണെന്ന്. നിങ്ങൾ ഇങ്ങനെ ഒരു പറയുന്നുണ്ട് കൺഫ്യൂഷൻ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ IPC എടുത്ത് നോക്കാം. IPC എടുത്തിട്ട് ഏതെങ്കിലും നിങ്ങൾ മർഡറോ റേപ്പോ അങ്ങനെ ഏതെങ്കിലും ഒഫൻസുകൾ വായിച്ചു നോക്കുമ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട്, IPCയിൽ ആ ഒഫൻസിൽ തന്നെ എഴുതിയിട്ടുണ്ട് ഇതൊരു കോഗ്നിസബിൾ ആണ്, നോൺ ബെയിലബിൾ ആണ്, അങ്ങനെ എഴുതിയിട്ടുണ്ടാവും. അപ്പൊ അതാണ് ഈ പറയുന്നില്ലേ എനി അതർ ലോയിൽ പറയുന്നുണ്ട് എന്ന്, അതുകൊണ്ട് അർത്ഥമാക്കുന്നത് അങ്ങനെയാ. പല ക്രിമിനൽ നിയമങ്ങൾ നമ്മൾ എടുത്ത് വായിച്ചു നോക്കുമ്പോഴും അവിടെ എഴുതിയിട്ടുണ്ടായിരിക്കും ഇതൊരു കോഗ്നിസബിൾ ആണ്, നോൺ ബെയിലബിൾ ആണെന്ന് എഴുതിയിട്ടുണ്ടായിരിക്കും. അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാം. ഓക്കെ, ഇനി ബേസിക്കലി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് കൂടാതെ, അതായത് ഇപ്പോൾ ഫസ്റ്റ് സ്കെഡ്യൂളിലെ എല്ലാ ഒഫൻസുകളും നമ്മൾ എങ്ങനെ ഓർത്ത് വെച്ചിരിക്കുക കോഗ്നിസബിൾ ആണോ എന്ന് മനസ്സിലാക്കാനായിട്ട് ജനറലി നമ്മൾ മനസ്സിലാക്കുക എങ്ങനെയാണ്, 2 ഇയേഴ്സിന് മുകളിലേക്ക് ശിക്ഷ കിട്ടുന്ന ഒരു ഒഫൻസ് ആണെങ്കിൽ ബേസിക്കലി അത് നോൺ കോഗ്നിസബിൾ ഒഫൻസ് ആയിരിക്കും. അതായത് അതിന് മുകളിലേക്ക് ശിക്ഷ കിട്ടുന്ന ഒഫൻസുകൾക്കൊക്കെ നമ്മുടെ പോലീസിന് വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം. 2 ഇയേഴ്സിന് താഴേക്കാണെങ്കിലാണ് വാറണ്ടിന്റെ ആവശ്യമുള്ളത്. ഓക്കെ, ജനറൽ അണ്ടർസ്റ്റാൻഡിംഗ് ഇതാണ്. പക്ഷെ CRPC എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് ഈ പറയുന്ന ടേം ഓഫ് പണിഷ്മെന്റിന്റെ ബേസിസിലല്ല. അവർ പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് സ്കെഡ്യൂളിൽ ഏതൊക്കെ ഒഫൻസുകളെയാണോ പോലീസിന് വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞിരിക്കുന്നത് അതൊക്കെ കോഗ്നിസബിൾ ഒഫൻസ് ആണ്. ഓക്കെ, ഇനി വരുന്നതാണ് കംപ്ലൈന്റ്. സെക്ഷൻ 2D കംപ്ലൈന്റിന്റെ ഡെഫിനേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്, കാരണം നമുക്ക് കംപ്ലൈന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രൊവിഷൻസ് പഠിക്കാനുണ്ട്. അപ്പം ആ ഒരു ടോപ്പിക് നമുക്ക് ഡീൽ ചെയ്യാനുണ്ട്, കംപ്ലൈന്റ് മജിസ്ട്രേറ്റ് എന്ന് പറഞ്ഞൊരു ടോപ്പിക് നമുക്ക് ഡീൽ ചെയ്യാനുണ്ട്. അപ്പൊ അതുകൊണ്ട് കംപ്ലൈന്റിന്റെ ഡെഫിനേഷൻ ഇമ്പോർട്ടന്റ് ആണ്. സെക്ഷൻ 2D കംപ്ലൈന്റിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇനി എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? ഇതൊരു അലിഗേഷൻ ആണ് കംപ്ലൈന്റ് എന്ന് പറയുന്നത്. മെയ്ഡ് ഓറലി ഓർ ഇൻ റൈറ്റിംഗ് ടു എ മജിസ്ട്രേറ്റ്. നമ്മളൊരു മജിസ്ട്രേറ്റിന് നമ്മൾ മജിസ്ട്രേറ്റിന്റെ മുന്നിൽ കൊടുക്കുന്ന കുറെ അലിഗേഷൻ ആണ് കംപ്ലൈന്റ്. ഈ അലിഗേഷൻ നമ്മൾ ഒന്നുകിൽ പോയി മജിസ്ട്രേറ്റിനോട് പറയാം, ഓറലി പറയുന്നതായിരിക്കാം, അല്ലെങ്കിൽ നമ്മളൊരു പേപ്പറിൽ എഴുതി മജിസ്ട്രേറ്റിന് കൊടുക്കുന്നതായിരിക്കാം. ഓറലി പറഞ്ഞാലും പേപ്പറിൽ എഴുതി കൊടുത്താലും നമ്മളൊരു അലിഗേഷൻ മജിസ്ട്രേറ്റിനോട് പറയുകയാണെങ്കിൽ അതൊരു കംപ്ലൈന്റ് ആയിരിക്കും. ഇനി നമ്മൾ ഈ ഒരു അലിഗേഷൻ കൊണ്ട് ഒരു ആരോപണം എന്നാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇത്തരത്തിലൊരു ആരോപണം എന്തിനാ മജിസ്ട്രേറ്റിനോട് പറയുന്നത്? വിത്ത് എ വ്യൂ ടു ഹിസ് ടേക്കിംഗ് ആക്ഷൻ അണ്ടർ ദിസ് കോഡ്. അദ്ദേഹം ഈ കോഡിന്റെ അടിസ്ഥാനത്തിൽ ആ അലിഗേഷന് മുകളിൽ ഒരു ആക്ഷൻ എടുക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ മജിസ്ട്രേറ്റിനോട് പോയിട്ട് ഒരു അലിഗേഷൻ പറയുന്നത്. ദാറ്റ് ഇനി എന്താണ് നമ്മുടെ അലിഗേഷൻ? സം പേഴ്സൺ വെദർ നോൺ ഓർ അൺനോൺ. നമ്മൾ അലീജ് ചെയ്യാണ് മജിസ്ട്രേറ്റിന് മുന്നിൽ ഓറലി അല്ലെങ്കിൽ റൈറ്റിംഗിൽ അദ്ദേഹം ഒരു ആക്ഷൻ എടുക്കാൻ വേണ്ടി നമ്മൾ അലിഗേഷൻ പറയുക. എന്താ നമ്മുടെ അലിഗേഷൻ? ഏതോ ഒരു വ്യക്തി, നമുക്ക് അറിയുന്ന അല്ലെങ്കിൽ അറിയാത്ത, നോൺ ആയിരിക്കാം അൺനോൺ ആയിരിക്കാം, ആരോ ആയിക്കോട്ടെ, ഏതോ ഒരു വ്യക്തി ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്തു എന്ന് ഏതോ ഒരു വ്യക്തി, അറിയുന്ന അല്ലെങ്കിൽ അറിയാത്തൊരു വ്യക്തി ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്തു എന്ന് നമ്മൾ മജിസ്ട്രേറ്റിന് മുന്നിൽ പോയിട്ട് അലീജ് ചെയ്യുന്നതിനെയാണ്, അത് ഓറലി ആയിരിക്കാം അല്ലെങ്കിൽ എഴുതി നമ്മൾ കൊടുക്കുമായിരിക്കാം, ഇതിനെയാണ് നമ്മൾ കംപ്ലൈന്റ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇനി കംപ്ലൈന്റിൽ പക്ഷെ ഒരു കാര്യം ഉൾപ്പെടുന്നില്ല, ഡസ് നോട്ട് ഇൻക്ലൂഡ് എ പോലീസ് റിപ്പോർട്ട്. ഈ പോലീസ് റിപ്പോർട്ടിലും ഈ പറയുന്ന കാര്യം തന്നെയാണ് പറയുന്നത്. പോലീസ് റിപ്പോർട്ടിൽ എന്താ പറയുന്നത്? എക്സ് എന്ന് പറയുന്ന ഒരാൾ ഈ ഒരു ഒഫൻസ് ചെയ്തു അല്ലേ, അപ്പൊ അതിനകത്തും ഒരാൾ ഒരു ഒഫൻസ് ചെയ്തു എന്നൊരു അലിഗേഷൻ തന്നെ കിടക്കുന്നത്, അതും നമ്മൾ മജിസ്ട്രേറ്റിന് മുന്നിൽ കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്യുന്നത്. പക്ഷെ പോലീസ് റിപ്പോർട്ട് ഒരു കംപ്ലൈന്റ് ആയിരിക്കില്ല. ഇത് വ്യത്യാസം എന്താണെന്ന് അറിയോ? കംപ്ലൈന്റ് എന്ന് പറയുന്നത് ഒരു ഫസ്റ്റ് സ്റ്റെപ്പാ, അതായത് ഇൻവെസ്റ്റിഗേഷൻ ഒന്നും നടന്നിട്ടില്ല, ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഒരാൾക്ക് എന്തോ ഒരു ഒഫൻസ് ഉണ്ടായി ആദ്യമായി അയാളെ സമീപിക്കുന്നത് മജിസ്ട്രേറ്റിനാണ് കംപ്ലൈന്റ് രൂപേണ. അങ്ങനെ ആദ്യമായി നമ്മളൊരു സംഭവം മജിസ്ട്രേറ്റിന് മുന്നിൽ എത്തുന്നതാണെങ്കിൽ അത് കംപ്ലൈന്റ് ആയിരിക്കും. എന്നാൽ പോലീസ് റിപ്പോർട്ട് എന്ന് പറയുന്നത് എന്താ?
അതിന്റെ ആദ്യമായി ഒഫൻസ് കമ്മിറ്റ് ചെയ്ത് ആദ്യമായി നമ്മൾ മജിസ്ട്രേറ്റിനല്ല അല്ലെങ്കിൽ പോലീസ് റിപ്പോർട്ട് ഡയറക്ട്ലി ഫയൽ ചെയ്യുമല്ല, ആദ്യം നമ്മൾ പോയി പോലീസ് സ്റ്റേഷനിൽ ഒരു കാര്യം അറിഞ്ഞു, പോലീസ് അതിന്റെ മേളിൽ FIR ചാർജ് ചെയ്തു, ഇൻവെസ്റ്റിഗേഷൻ നടത്തി, അതിനുശേഷമാണ് പോലീസ് റിപ്പോർട്ട് വരുന്നത്. അപ്പൊ ഈ പോലീസ് റിപ്പോർട്ടിന്റെ പുറകിൽ ബാക്കി എന്തൊക്കെയോ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ആ ഒരു പോലീസ് റിപ്പോർട്ടാണ് മജിസ്ട്രേറ്റിന് മുന്നിൽ സബ്മിറ്റ് ചെയ്യപ്പെടുന്നത്. ഇനി ഈ പോലീസ് റിപ്പോർട്ടിൽ ഒരു അലിഗേഷൻ തന്നെയാണ് ഉള്ളതെങ്കിൽ പോലും ആ അലിഗേഷനെ ബേസ് ചെയ്തുകൊണ്ടുള്ള കുറെ എവിഡൻസ് ഓൾറെഡി പോലീസിന്റെ കയ്യിലുണ്ട്. എന്നാൽ നമ്മൾ കംപ്ലൈന്റ് കൊടുക്കുമ്പോൾ നമ്മുടെ കയ്യിൽ എവിഡൻസ് ഉണ്ടായിരിക്കും, പക്ഷെ ആ എവിഡൻസ് ഒന്നും കോർട്ട് വഴിയോ അല്ലെങ്കിൽ പോലീസോ നടത്തിയ ഒരു എൻക്വയറിയുടെയോ ഇൻവെസ്റ്റിഗേഷനോ ഒന്നും ഭാഗമല്ല, നമ്മുടെ മാത്രം എവിഡൻസുകളാണ് അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് പോലീസ് റിപ്പോർട്ടിനെ നമ്മൾ കംപ്ലൈന്റ് ആയിട്ട് കണക്കാക്കില്ല. കാരണം പോലീസ് റിപ്പോർട്ട് എന്ന് പറയുന്നത് ഒരു നമ്മൾ പരാതി കൊടുക്കുകയാണോ പോലീസ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത്? അല്ല, ഈ വ്യക്തി കുറ്റം ചെയ്തു എന്ന് നമ്മുടെ കയ്യിൽ തെളിവുകളോടുകൂടി നമ്മൾ ആരോപിക്കുകയാണ്, നമ്മൾ പറയുകയാണ് ഇയാൾ ചെയ്തിട്ടുണ്ട് എന്ന് ട്രയൽ ചെയ്യാനായിട്ട്, അയാളെ വിചാരണയ്ക്ക് വിധേയമാകാനായിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്ത സാധനമാണ് പോലീസ് റിപ്പോർട്ട്. അപ്പം പോലീസ് റിപ്പോർട്ടിനെ കംപ്ലൈന്റിന്റെ കാറ്റഗറിയിൽ നിന്ന് നമ്മൾ വേർപ്പെടുത്തിയിട്ടുണ്ട്. കാരണം പക്ഷെ നമ്മൾ എസെൻഷ്യലി നോക്കുകയാണെങ്കിൽ പോലീസ് റിപ്പോർട്ട് ആക്ച്വലി ഒരു കംപ്ലൈന്റ് തന്നെയാണ്. അതിനകത്തും പറയണത് കംപ്ലൈന്റ് ഡെഫിനേഷൻ ഇവിടെ എന്താ പറയുന്നത്, നിങ്ങൾ ഓറലി അല്ലെങ്കിൽ റൈറ്റിംഗിൽ കൊടുക്കുന്ന ഒരു സംഭവം, അത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ആ സംഭവം കൊടുക്കുന്നത് വഴി മജിസ്ട്രേറ്റ് അതിലൊരു ആക്ഷൻ എടുക്കണം എന്നാണ്. ഇനി അതിൽ പറയുന്നത് നിങ്ങൾ കൊടുക്കുന്ന ആ ഒരു കാര്യത്തിൽ പറയുന്നുണ്ടാവുക ഒരു വ്യക്തി ഒരു ഒഫൻസ് ചെയ്തു എന്നാണ്. ഇത് തന്നെയാണ് പോലീസ് റിപ്പോർട്ടിൽ നമ്മൾ സംഭവിക്കുന്നത്. നമ്മൾ മജിസ്ട്രേറ്റിന് മുന്നിൽ സബ്മിറ്റ് ചെയ്യുന്നു, മജിസ്ട്രേറ്റിന് അതിന്റെ മുന്നിൽ ട്രയൽ എന്ന് പറയുന്ന ഒരു ആക്ഷൻ എടുക്കണം എന്നാണ് നമ്മുടെ ഉദ്ദേശം. നമ്മൾ അതിനകത്ത് പറയുന്നത് ഒരാളൊരു ഒഫൻസ് ചെയ്തു എന്നാണ്. അപ്പൊ ആക്ച്വലി രണ്ട് സെയിം ആണ്, പക്ഷെ നമ്മൾ ആ ഒരു പോലീസ് റിപ്പോർട്ടിനെ കംപ്ലൈന്റിന്റെ കാറ്റഗറിയിൽ നിന്നും വേർപെടുത്തിയിരിക്കുകയാണ്. ഓക്കെ, എന്നിട്ട് എടുത്ത് പറയുകയാണ് പോലീസ് റിപ്പോർട്ട് എന്തല്ല, ഒരു കംപ്ലൈന്റ് അല്ല. ഇനി ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. എക്സ്പ്ലനേഷനിൽ എന്താ പറയുന്നത്, a report made by a police officer in a case which discloses after investigation the commission of a non-cognizable offence shall be deemed to be a complaint and the police officer by whom such report is made shall be deemed to be the complainant. ഇനി ഇത് മനസ്സിലാക്കണമെങ്കിൽ കുറച്ച് ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് ബേസിക് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അതായത് നമ്മൾ ഒഫൻസുകളെ രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്, കോഗ്നിസിബിൾ എന്നും നോൺ കോഗ്നിസിബിൾ എന്നും. കോഗ്നിസിബിൾ ഒഫൻസ് നമുക്ക് ഓൾറെഡി അറിയാം അല്ലേ, വാറണ്ട് ഇല്ലാതെ പോലീസിന് അറസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒഫൻസുകളാണ് കോഗ്നിസിബിൾ ഒഫൻസുകൾ. അതിനർത്ഥം അത് അത്രയും സീരിയസ് ആണെന്നാണ്. അതായത് വാറണ്ട് പോലും വാങ്ങാണ്ട് അറസ്റ്റ് ചെയ്തോളൂ എന്ന് പറയുമ്പം അതായത് ആ വ്യക്തി അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ ആ ഒഫൻസ് ഇനിയും കമ്മിറ്റ് ചെയ്യാൻ സാധ്യത, അത്രയും സീരിയസ് ആണ് ഒഫൻസ്, എത്രയും പെട്ടെന്ന് നമ്മൾ അയാളെ അറസ്റ്റ് ചെയ്യണം. അങ്ങനെയുള്ള ഒഫൻസുകളാണ് കോഗ്നിസിബിൾ ഒഫൻസ്. അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് നോൺ കോഗ്നിസിബിൾ ഒഫൻസുകൾ. അതായത് ചെറിയ ചെറിയ ഒഫൻസ് ആണ്. ആ ഒഫൻസിന് ഒരു വ്യക്തിക്ക് മേൽ ആ ഒരു ഒഫൻസിന്റെ ആരോപണം ഉണ്ടായാലും നമുക്ക് ഡയറക്റ്റ്ലി പോയി ആ വ്യക്തി അറസ്റ്റ് ചെയ്യണമെന്ന് സാധിക്കില്ല. നമ്മൾ ആദ്യം കോർട്ടിൽ സബ്മിറ്റ് ചെയ്യണം കാര്യങ്ങളൊക്കെ, ഇങ്ങനെ ഒരു ആരോപണം വന്നിട്ടുണ്ടെന്നും ഈ വ്യക്തി അറസ്റ്റ് ചെയ്യാൻ അനുവാദം തരണമെന്നും കോടതിയോട് പറയണം. കോടതി നമുക്കൊരു വാറണ്ട് അപ്പോൾ ഇഷ്യൂ ചെയ്യും, എന്നാൽ മാത്രമേ നമുക്ക് പോയി അയാളെ അറസ്റ്റ് ചെയ്യാൻ പറ്റൂ. ഇങ്ങനെയുള്ള ഒഫൻസുകളാണ് നോൺ കോഗ്നിസിബിൾ ഒഫൻസ് എന്ന് വിളിക്കുന്നത്. ഇനി കോഗ്നിസിബിൾ ഒഫൻസിനും നോൺ കോഗ്നിസിബിൾ ഒഫൻസും സംഭവിക്കുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ ഒരു ഒഫൻസ് കോഗ്നിസിബിൾ ആണ്, ഒരു ഒഫൻസ് നോൺ കോഗ്നിസിബിൾ ആണെന്ന് കരുതുക. ഈ രണ്ട് ഒഫൻസുകൾക്കും ആക്ച്വലി സംഭവിച്ചു കഴിഞ്ഞാൽ രണ്ട് പ്രൊസീജിയറിലൂടെയാണ് ഇവ കോടതിയിൽ എത്തുന്നത്. അതായത് ഒരു കോഗ്നിസിബിൾ ഒഫൻസ് ആണ് സംഭവിച്ചിരിക്കണമെങ്കിൽ നമ്മൾ ആദ്യം സമീപിക്കേണ്ടത് പോലീസ് സ്റ്റേഷനിലാണ്. പോലീസ് സ്റ്റേഷനിൽ സമീപിച്ച് FIR ഫയൽ ചെയ്യണം, പോലീസ് ഇൻവെസ്റ്റിഗേഷൻ നടത്തി പോലീസ് റിപ്പോർട്ട് കോടതിയിൽ എത്തും. ഇങ്ങനെയാണ് ഈ മാറ്റർ, കോഗ്നിസിബിൾ ഒഫൻസ് ആണ് സംഭവിക്കുന്നതെങ്കിൽ മാറ്റർ കോടതിയിൽ എത്തുന്നത് ഇങ്ങനെയാണ്. ഇനി നമ്മൾ അറിയാതെ കോടതി മനഃപൂർവ്വം സമീപിച്ചു എന്ന് കരുതുക, ഡയറക്ട്ലി സമീപിച്ചു എന്ന് കരുതുക, കോടതി പോലീസിനോട് ഇൻവെസ്റ്റിഗേഷൻ നടത്താനായിരിക്കും ഉത്തരവിടാൻ പോകുന്നത്. അതായത് നമ്മൾ ഡയറക്ട്ലി കോടതിയെ സമീപിച്ചാലും പ്രൊസീജിയർ ഇങ്ങനെ തന്നെ ആയിരിക്കും കോടതിയിൽ എത്താൻ പോവുക. നമ്മൾ ഡയറക്ട്ലി കൊടുക്കുന്ന ആ ഒരു കംപ്ലൈന്റിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എപ്പോഴും കോടതിയിൽ കൊടുക്കുന്ന കംപ്ലൈന്റ് ആയിരിക്കും. ആ കംപ്ലൈന്റിന്റെ അടിസ്ഥാനത്തിൽ കോടതി ഒരിക്കലും എന്ത് ചെയ്യില്ല, ഒരു ട്രയൽ നടത്തില്ല. പോലീസിനോട് കോടതി ഉത്തരവിട്ടിട്ട് ഇൻവെസ്റ്റിഗേഷൻ നടത്തിപ്പിക്കും, അല്ലെങ്കിൽ നമ്മളോട് പറയും നിങ്ങൾ പോലീസ് സ്റ്റേഷനെ സമീപിക്കാൻ. എന്നിട്ട് അതായത് ഈ ഒരു മെത്തേഡിലൂടെ മാത്രമേ കോഗ്നിസിബിൾ ഒഫൻസ് ആണെങ്കിൽ മാറ്റർ കോടതിയിൽ എത്തും, പോലീസ് വഴി മാത്രമേ കോടതിയിൽ എത്തും. ഓക്കെ, ഇനി ഒരു നോൺ കോഗ്നിസിബിൾ ഒഫൻസ് ആണ് കമ്മിറ്റ് ചെയ്തതെന്ന് കരുതുക. നോൺ കോഗ്നിസിബിൾ ഒഫൻസ് ആണെങ്കിൽ നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോകാം, അല്ലെങ്കിൽ നമുക്ക് ഡയറക്ട്ലി കോടതി പോകാം. മിക്കവരും ഡയറക്ട്ലി കോടതിയിലായിരിക്കും പോവുക. ചെറിയ ചെറിയ ഒഫൻസ് ആണ്, പോലീസിനെ കൊണ്ട് വെറുതെ ഇൻവെസ്റ്റിഗേഷൻ നടത്തിച്ച് വലിച്ചെഴുപ്പിക്കേണ്ട, ഡയറക്ട്ലി നമ്മൾ കോടതിയിൽ പോകും, നമ്മുടെ കയ്യിൽ മതിയായ എവിഡൻസ് ഒക്കെ ഉണ്ടെങ്കിൽ. അപ്പം നമ്മൾ കോടതിയിൽ പോയി കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല, അങ്ങനെ അങ്ങ് ഡീൽ ചെയ്തു പോകും. ഇനി നമ്മൾ പോലീസ് സ്റ്റേഷനിൽ എത്തിയെന്ന് കരുതുക, നോൺ കോഗ്നിസിബിൾ ഒഫൻസുമായിട്ട് ബന്ധപ്പെട്ട് പോലീസ് എന്ത് ചെയ്യും, FIR ഫയൽ ചെയ്യുക കോഗ്നിസിബിൾ ഒഫൻസുകൾക്ക് മാത്രമാണ്. നമ്മളൊരു നോൺ കോഗ്നിസിബിൾ ഒഫൻസുമായിട്ടാണ് പോലീസിനെ സമീപിക്കുന്നതെങ്കിൽ പോലീസ് അതിനൊരു കംപ്ലൈന്റ് ആയിട്ടായിരിക്കും കണക്കാക്കുക. അപ്പോൾ പോലീസിൽ നമ്മളൊരു കംപ്ലൈന്റ് കൊടുത്തു, പോലീസ് ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ നടത്തും കേട്ടോ, FIR ഫയൽ ചെയ്തില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ നടത്തിയിട്ട് ഒരു റിപ്പോർട്ട് ഉണ്ടാക്കും. ഈ റിപ്പോർട്ടും മജിസ്ട്രേറ്റിന്റെ മുന്നിൽ ഹാജരാക്കും. ഇനി ഇത്തരത്തിലുള്ളൊരു പോലീസ് റിപ്പോർട്ട്, നമ്മൾ നേരത്തെ പറഞ്ഞു ജനറലി പോലീസ് റിപ്പോർട്ടുകൾ എന്തല്ല, കംപ്ലൈന്റ് അല്ല. എന്നാൽ
ഒരു നോൺ കോഗ്നിസബിൾ ഒഫൻസ് ആണ് കമ്മിറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് തെളിയിക്കുന്ന ഒരു പോലീസ് റിപ്പോർട്ടാണ് പോലീസ് മജിസ്ട്രേറ്റിന്റെ മുന്നിൽ ഹാജരാക്കുന്നതെങ്കിൽ ആ പോലീസ് റിപ്പോർട്ടിനെ നമ്മൾ കംപ്ലൈന്റ് ആയിട്ട് കണക്കാക്കും. കാരണം എന്താണ്, നോൺ കോഗ്നിസബിൾ ഒഫൻസ് ആണെങ്കിൽ ആക്ച്വലി നമ്മൾ കംപ്ലൈന്റ് ആയിരുന്നു കൊടുക്കേണ്ടത്. അതിന് പകരം നമ്മൾ പോലീസിനെ പോയി നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്, പക്ഷെ നമ്മൾ ചൂസ് ചെയ്യേണ്ട ഓപ്ഷൻ കോടതി തന്നെയാണ്. ബട്ട് പലർക്കും അറിയില്ല, അപ്പൊ അവർ പോലീസ് സ്റ്റേഷനിലേക്ക് പോയിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ പോലീസ് സബ്മിറ്റ് ചെയ്യും റിപ്പോർട്ട്. ആ റിപ്പോർട്ട് നമ്മൾ ഒരു കംപ്ലൈന്റ് ആയിട്ട് കണക്കാക്കും. കാരണം അതൊരു കംപ്ലൈന്റ് വഴിയാണ് ആ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അതുകൊണ്ട് നമ്മൾ അതിനെ ഒരു കംപ്ലൈന്റ് ആയിട്ട് കണക്കാക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ പോലീസ് റിപ്പോർട്ടുകൾ കംപ്ലൈന്റ് അല്ലെങ്കിൽ പോലും ഒരു പോലീസ് റിപ്പോർട്ട് നോൺ കോഗ്നിസബിൾ ഒഫൻസ് കമ്മിറ്റ് ചെയ്തു എന്നാണ് പറയുന്നതെങ്കിൽ ആ പോലീസ് റിപ്പോർട്ടിനെ നമ്മളൊരു കംപ്ലൈന്റ് ആയിട്ടായിരിക്കും കണക്കാക്കാൻ പോകുന്നത്. ഇതാണ് ഈ എക്സ്പ്ലനേഷനിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു റിപ്പോർട്ട്, പോലീസ് റിപ്പോർട്ട് ഒരു പോലീസ് ഓഫീസർ മേക്ക് ചെയ്തിരിക്കുകയാണ്. ആ റിപ്പോർട്ടിൽ പറയുന്നത്, ഇൻവെസ്റ്റിഗേഷന്റെ അടിസ്ഥാനത്തിൽ ആ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാവുകയാണ് ഒരു നോൺ കോഗ്നിസബിൾ ഒഫൻസ് ആണ് കമ്മിറ്റ് ചെയ്യപ്പെടുന്നത് എങ്കിൽ അത്തരത്തിലൊരു റിപ്പോർട്ടിനെ നമ്മളൊരു കംപ്ലൈന്റ് ആയിട്ടായിരിക്കും കണക്കാക്കുക. ഏത് പോലീസ് ഓഫീസർ ആണോ ആ ഒരു റിപ്പോർട്ട് കോടതിയിൽ സബ്മിറ്റ് ചെയ്തിരിക്കുന്നത് അയാളായിരിക്കും കംപ്ലൈന്റന്റ് ആയിട്ട് നമ്മൾ കണക്കാക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഇതാണ് കോഗ്നിസബിൾ നോൺ കോഗ്നിസബിൾ ഒഫൻസ് അല്ലെങ്കിൽ കംപ്ലൈന്റ്. ഈ ഒരു ആ കോഗ്നിസബിൾ നോൺ കോഗ്നിസബിൾ ഒഫൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം എപ്പോഴും ഓർക്കുക, കോഗ്നിസബിൾ ഒഫൻസ് ആണോ FIR ആണ് ഫയൽ ചെയ്യേണ്ടത്, നോൺ കോഗ്നിസബിൾ ഒഫൻസ് ആണോ കംപ്ലൈന്റോ പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കാം അല്ലെങ്കിൽ കോടതിയിൽ കംപ്ലൈന്റ് കൊടുക്കാം. രണ്ടും കംപ്ലൈന്റ് തന്നെയാണ് അപ്പോഴും നമ്മൾ സംഭവിക്കാം. അപ്പൊ നമ്മൾ പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കുകയാണെങ്കിൽ കോടതിക്ക് പകരം പോലീസ് ഇൻവെസ്റ്റിഗേഷൻ നടത്തി കൊടുക്കുന്ന റിപ്പോർട്ടിനെ കോടതി എന്തായിട്ട് കൺസിഡർ ചെയ്യും, നമ്മൾ കൊടുത്ത കംപ്ലൈന്റിനെ പോലെ കൺസിഡർ ചെയ്യും. ഓക്കെ, അപ്പൊ ഇതാണ് കംപ്ലൈന്റ് എന്ന് പറയുന്ന വാക്ക്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അടുത്ത ഡെഫിനേഷൻ ആണ്. സെക്ഷൻ 2E. സെക്ഷൻ 2ൽ ഹൈക്കോർട്ട് എന്ന് പറയുന്ന വാക്കാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇതനുസരിച്ച് ഹൈക്കോർട്ടിനെ എന്താ ഉദ്ദേശിക്കുന്നത്? ഇൻ റിലേഷൻ ടു എനി സ്റ്റേറ്റ്, ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഹൈക്കോർട്ട് എന്ന് പറയുന്നത് ഹൈക്കോർട്ട് ഓഫ് ദാറ്റ് സ്റ്റേറ്റ്. അതായത് നമ്മുടെ കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തിന് ഒരു ഹൈക്കോർട്ട് ഉണ്ട്, ഹൈക്കോർട്ട് ഓഫ് കേരള. അതുകൊണ്ട് തന്നെ ഓരോ സംസ്ഥാനങ്ങൾക്കും അവരുടേതായ ഹൈക്കോർട്ടുകളുണ്ട്. അപ്പോൾ ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ആ സംസ്ഥാനത്തിന്റെ ഹൈക്കോർട്ടിനെയാണ് നമ്മൾ ഹൈക്കോർട്ട് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻ റിലേഷൻ ടു എ യൂണിയൻ ടെറിട്ടറി, എന്നാൽ നമുക്കറിയാം ഇന്ത്യയിൽ സ്റ്റേറ്റുകൾ മാത്രമല്ല പിന്നെ എന്തും കൂടി ഉണ്ട്, യൂണിയൻ ടെറിട്ടറി, അതാ കേന്ദ്ര ഭരണ പ്രദേശങ്ങൾ എന്ന് നമ്മൾ പറയും. അങ്ങനെയുള്ള യൂണിയൻ ടെറിട്ടറി കൂടി ഉണ്ട് അല്ലെ. അപ്പോൾ ഒരു യൂണിയൻ ടെറിട്ടറിയെ സംബന്ധിച്ചിടത്തോളം to which the jurisdiction of the High Court for a state has been extended by law, that High Court. ജനറലി യൂണിയൻ ടെറിട്ടറികൾക്ക് ബേസിക്കലി സംഭവിക്കുന്നത് കേന്ദ്ര സർക്കാരാണ് ഭരിക്കുക, ഡയറക്ട്ലി ഭരിക്കുകയായിരിക്കും. അവർക്ക് സ്വന്തമായിട്ടൊരു സംസ്ഥാന സർക്കാർ ഇല്ല. അങ്ങനെയുള്ള പ്രദേശങ്ങളെയാണ് ആക്ച്വലി നമ്മൾ യൂണിയൻ ടെറിട്ടറി എന്ന് വിളിക്കുക. ഇനി യൂണിയൻ ടെറിട്ടറിക്ക് ചിലപ്പോൾ എന്ത് ചെയ്തിരിക്കുകയാണെന്ന് അറിയോ, നമ്മുടെ ഒരു എന്താ പറയാ നിയമം, അതായത് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് ഒരു ലോ പാസ്സാക്കിയിട്ട് പറയും, ഈ യൂണിയൻ ടെറിട്ടറിയിൽ ഇന്ന ഹൈക്കോർട്ട്, ഓക്കെ, ഇവർക്ക് സ്വന്തമായിട്ട് ഹൈക്കോർട്ട് ഇല്ല, പാർലമെന്റ് അതുകൊണ്ടൊരു ലോ കൊണ്ടുവന്നിട്ട് പറയും ഈ സ്റ്റേറ്റിലെ ഹൈക്കോർട്ട് ഈ യൂണിയൻ ടെറിട്ടറിയിലെ കൂടെ പവർ എക്സസൈസ് ചെയ്തോട്ടെ എന്ന് പറയും. അങ്ങനെ ഏതെങ്കിലും ഹൈക്കോർട്ടുകളുടെ പവേഴ്സ് ഏതെങ്കിലും ഒരു യൂണിയൻ ടെറിട്ടറിയിൽ എക്സസൈസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ യൂണിയൻ ടെറിട്ടറിയുടെ ഹൈക്കോർട്ട് ഏതായിരിക്കും? ആ സ്റ്റേറ്റിന്റെ ഹൈക്കോർട്ട് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പം ലക്ഷദ്വീപ് എന്ന് പറയുന്നത് ഒരു യൂണിയൻ ടെറിട്ടറിയാണ്, അല്ലെങ്കിൽ ഗോവ ഒരു യൂണിയൻ ടെറിട്ടറിയാണ് അല്ലെ, അല്ലെങ്കിൽ പോണ്ടിച്ചേരി ബെസ്റ്റ് എക്സാമ്പിൾ എടുക്കാം. പോണ്ടിച്ചേരി ഒരു യൂണിയൻ ടെറിട്ടറിയാണ്. അപ്പൊ ഈ പോണ്ടിച്ചേരി എന്ന് പറയുന്ന യൂണിയൻ ടെറിട്ടറിക്ക് സ്വന്തമായിട്ടൊരു ഹൈക്കോർട്ട് ഇല്ല. അപ്പൊ കൺസിഡർ ചെയ്യുക, നിയമം വഴി ലോ വഴി പാർലമെന്റ് പറയുകയാണ്, കാരണം അവിടെ കേന്ദ്രത്തിനാണ് ഭരണം ഉള്ളത് അല്ലെ. അപ്പൊ പാർലമെന്റ് പറയുകയാണ്, കേന്ദ്ര സർക്കാർ പറയുകയാണ്, ചെന്നൈ ഹൈക്കോർട്ട് യൂണിയൻ ടെറിട്ടറി ഓഫ് പുതുച്ചേരിയിലും അവരുടെ പവേഴ്സ് എക്സസൈസ് ചെയ്തോളൂ എന്ന് പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ യൂണിയൻ ടെറിട്ടറി ഓഫ് പുതുച്ചേരിയെ അല്ലെങ്കിൽ പോണ്ടിച്ചേരി സെയിം ആണ് കേട്ടോ, പോണ്ടിച്ചേരിയെ സംബന്ധിച്ചിടത്തോളം ആരാണ് അവരുടെ ഹൈക്കോർട്ട്? ചെന്നൈ ഹൈക്കോർട്ട്. അതാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഒരു യൂണിയൻ ടെറിട്ടറിയെ സംബന്ധിച്ചിടത്തോളം ലോ വഴി ഏതെങ്കിലും ഒരു സ്റ്റേറ്റിന്റെ ഹൈക്കോർട്ടിന്റെ ജൂറിസ്ഡിക്ഷൻ അങ്ങോട്ടേക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ യൂണിയൻ ടെറിട്ടറിയുടെ ഹൈക്കോർട്ട് ആരായിരിക്കും? ആ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റിന്റെ ഹൈക്കോർട്ട് ആയിരിക്കും. ഇനി ഇങ്ങനെ കൊടുത്തിട്ടില്ല എന്ന് കരുതുക, അതായത് ഫോർ എക്സാമ്പിൾ ദാമൻ ദിയു, ലക്ഷദ്വീപ്, ഇങ്ങനെ കുറെ യൂണിയൻ ടെറിട്ടറീസ് അല്ലേ. ഈ എല്ലാ യൂണിയൻ ടെറിട്ടറീസിലും നമ്മൾ ഓരോരോ സ്റ്റേറ്റിന്റെ ഹൈക്കോർട്ട് പവർ എക്സസൈസ് ചെയ്തുള്ളൂ പറഞ്ഞിട്ടില്ല. കൺസിഡർ ചെയ്യുക, ഒരു 4 യൂണിയൻ ടെറിട്ടറിയിലേക്ക് നമ്മൾ പറയുന്നില്ല. ബാക്കി എല്ലാ യൂണിയൻ ടെറിട്ടറീസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇന്ന സ്റ്റേറ്റുകളുടെ ഹൈക്കോർട്ടാണ് ഈ യൂണിയൻ ടെറിട്ടറിയിൽ പവർ എക്സസൈസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ആ യൂണിയൻ ടെറിട്ടറിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഹൈക്കോർട്ട് ആ സ്റ്റേറ്റിന്റെ ഹൈക്കോർട്ട് ആയിരിക്കും. ഇനി കുറച്ച് യൂണിയൻ ടെറിട്ടറീസ്, ഒരു 4 യൂണിയൻ ടെറിട്ടറി എടുക്കാം. ഇവിടെ നമ്മൾ അങ്ങനെ പ്രത്യേകിച്ച് പറയുന്നില്ല, ഈ യൂണിയൻ ടെറിട്ടറിയിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന്റെ ഹൈക്കോർട്ട് പവർ എക്സസൈസ് ചെയ്തോളൂ എന്ന് നമ്മൾ പറയുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഈ യൂണിയൻ ടെറിട്ടറിയെ സംബന്ധിച്ചിടത്തോളം ഹൈക്കോർട്ട് ആരാണ്? ഇൻ റിലേഷൻ ടു എനി അതർ യൂണിയൻ ടെറിട്ടറി
the highest court of criminal appeal for that territory other than Supreme Court of India. Supreme Court അല്ലാതെ ആ ടെറിട്ടറിയിലുള്ള ഹയസ്റ്റ് വരുന്ന ഏറ്റവും മുകളിലുള്ള കോർട്ട് ഓഫ് അപ്പീൽ, അതായത് ഒരു മാറ്റർ താഴ്ക്കോടതി പറഞ്ഞിരിക്കുകയാണെങ്കിൽ അവിടെ നിന്ന് അപ്പീൽ എടുത്ത് സുപ്രീം കോർട്ടിന് തൊട്ട് താഴെയുള്ള ഏത് കോടതി വരെ നിങ്ങൾക്ക് പോകാൻ സാധിക്കും നിങ്ങൾ ആ ടെറിട്ടറിയിൽ ഉള്ളപ്പോൾ. ആ കോർട്ടിനെ ആയിരിക്കും നമ്മൾ യൂണിയൻ ടെറിട്ടറിയുടെ ഹൈക്കോർട്ട് എന്ന് വിളിക്കുക. ഇതിനൊരു ബേസിക് അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. അതായത് നമ്മൾ ക്രിമിനൽ കോർട്ടിന്റെ ഒരു സ്ട്രക്ചർ നമ്മളിനി പഠിക്കും കേട്ടോ. അത് ഒരു സ്ട്രക്ചർ എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സെക്കൻഡ് ക്ലാസ്, ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ്, അതിനുശേഷം സെഷൻസ് കോർട്ട്, അതിനുശേഷം ഹൈക്കോർട്ട്, പിന്നെ സുപ്രീം കോർട്ട്. അതായത് സെക്കൻഡ് ക്ലാസ്, ഫസ്റ്റ് ക്ലാസ്, സെഷൻസ് കോർട്ട്, ഹൈക്കോർട്ട്, സുപ്രീം കോർട്ട്, ഇങ്ങനെയായിരിക്കും പോയി. ഇതിനിടയ്ക്ക് കുറേ ഡിസ്ട്രിക്ട് കോർട്ട്, മജിസ്ട്രേറ്റ് കോർട്ട്, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അതിങ്ങനെ ഓരോന്നിൽ നിന്നും ഇങ്ങനെ വിങ് കണക്ക് പോകുന്നതായിരിക്കും. അത് നോക്കണ്ട. ബേസിക്കലി ഇങ്ങനെയാണ് കോർട്ട് സ്ട്രക്ചർ പോവുക. അപ്പോൾ ഒരു ഏറ്റവും താഴെയുള്ളതാണ് സെക്കൻഡ് ക്ലാസ് മജിസ്ട്രേറ്റ്. ഇപ്പൊ ഇവരൊരു സംഭവം ഡീൽ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് പിന്നീട് പോകുന്നത് ഇങ്ങോട്ടേക്കായിരിക്കും, അപ്പീൽ പോകാൻ പറ്റും. ഇവരൊരു കാര്യം ഡീൽ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് അപ്പീൽ പോകാൻ പറ്റുന്ന സെഷൻസ് കോർട്ടിലേക്കായിരിക്കും. സെഷൻസ് കോർട്ട് ഒരു കാര്യം ഡീൽ ചെയ്താൽ ഹൈക്കോർട്ടിലേക്കാണ് അപ്പീൽ പോകേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഹൈക്കോർട്ടിന്റെ ഡെഫിനേഷൻ ഇവിടെ പഠിക്കുന്നത്. കാരണം സെഷൻസ് കോർട്ട് വരെയാണ് ക്രിമിനൽ കോടതി. ഇവിടോടുകൂടി ക്രിമിനൽ കോടതികൾ അവസാനിക്കുകയാണ്. ഇനിയുള്ളത് കോൺസ്റ്റിറ്റ്യൂഷണൽ കോടതികളാണ്, ഹൈക്കോർട്ടും സുപ്രീം കോർട്ടും. ഇവര് ഒരേപോലെ കോൺസ്റ്റിറ്റ്യൂഷണൽ കോർട്ടാണ്, സിവിൽ കോർട്ടാണ്, ക്രിമിനൽ കോർട്ടാണ്. ഇവർക്ക് എല്ലാ പവേഴ്സും ഉണ്ട്. എല്ലാ കോടതികളുടെയും പവേഴ്സ് ഇവർക്ക് എക്സൈസ് ചെയ്യാം. ക്രിമിനൽ കോടതി എന്ന CRPCയുടെ കോടതികൾ സെഷൻസ് കോർട്ടോടുകൂടി അവസാനിക്കുകയാണ്. അതിനുശേഷം വരുന്ന ഹൈക്കോർട്ടും സുപ്രീം കോർട്ടും ലാർജസ്റ്റ് കോർട്ടാണ്. ഇന്ത്യയിലെ എല്ലാ ജൂറിസ്ഡിക്ഷനും ഉള്ള കോടതികളാണ് അവർ രണ്ടുപേരും. അപ്പൊ നമ്മുടെ സെഷൻസ് കോർട്ടിന് മാറ്റർ ഡീൽ ചെയ്താൽ നമ്മൾ അപ്പീൽ പോകേണ്ടത് ഹൈക്കോർട്ടിലേക്കാണ്. അപ്പൊ നമുക്ക് അറിയണ്ടേ ആരാണ് ഹൈക്കോർട്ട് എന്ന്. ഫോർ എക്സാമ്പിൾ, ഒരു കേരളത്തിലുള്ള ഒരു സെഷൻസ് കോടതി, കേരളത്തിൽ ഒരു പ്രത്യേക ജില്ലയിലെ ഒരു സെഷൻസ് കോടതി ഒരു മാറ്റർ തീരുമാനിച്ചാൽ ഇവിടെ നിന്ന് അപ്പീൽ പോകേണ്ടത് ഹൈക്കോർട്ടിലേക്കാണ്. അപ്പൊ നമ്മൾ ആലോചിക്കും ആരാണ് ഹൈക്കോർട്ട്, നമുക്കറിയാം. അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലായി ഒരു സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം ഹൈക്കോർട്ട് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ സ്റ്റേറ്റിന്റെ ഹൈക്കോടതിയാണ്. അപ്പൊ നമുക്ക് മനസ്സിലായി ഇവിടെയുള്ള നമ്മുടെ ഒരു സെഷൻസ് കോർട്ട് ഒരു കേസിന്റെ ഡിസിഷൻ വരികയാണെങ്കിൽ അപ്പീലിൽ നമുക്ക് പോകണമെങ്കിൽ നമ്മൾ സമീപിക്കേണ്ടത് കേരള ഹൈക്കോർട്ടിനെയാണ്. കാരണം കേരളത്തെ എന്ന സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ള എല്ലാ ക്രിമിനൽ കോടതികളെയും കണക്കിലെടുത്ത് നോക്കിയാൽ ആ ക്രിമിനൽ കോടതികളുടെ ഒക്കെ ഹൈക്കോർട്ട് എന്ന് വിളിക്കുന്നത് കേരളത്തിന്റെ ഹൈക്കോർട്ടിനെയാണ്. അതേപോലെ ഒരു യൂണിയൻ ടെറിട്ടറി ആണെന്ന് കരുതുക. ആ യൂണിയൻ ടെറിട്ടറിയിലേക്ക് മറ്റൊരു സ്റ്റേറ്റിന്റെ ഹൈക്കോർട്ടിന് ജൂറിസ്ഡിക്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ യൂണിയൻ ടെറിട്ടറിക്ക് ഉള്ളിലുള്ള ഏതെങ്കിലും സെഷൻസ് കോർട്ട് ഏതെങ്കിലും ഒരു ഡിസിഷൻ എടുക്കുകയാണ് നമുക്ക് അപ്പീൽ പോകണമെങ്കിൽ നമ്മൾ അപ്പീൽ പോകേണ്ടത് എങ്ങോട്ടേക്കായിരിക്കും, ആ സ്റ്റേറ്റിന്റെ ഹൈക്കോടതിയിലേക്കായിരിക്കും. കാരണം ഫോർ എക്സാമ്പിൾ ഇപ്പം ഗോവയിലേക്ക് പറഞ്ഞിരിക്കുകയാണ് ചെന്നൈ ഹൈക്കോടതിന് ജൂറിസ്ഡിക്ഷൻ ഉണ്ട്. അപ്പൊ ഗോവയിലുള്ളിലുള്ള ഏതെങ്കിലുമൊക്കെ സെഷൻസ് കോടതികൾ എന്തെങ്കിലുമൊക്കെ തീരുമാനം പറയുകയാണെങ്കിൽ അതിൽ നമുക്ക് അപ്പീൽ പോകണമെങ്കിൽ നമ്മൾ സമീപിക്കേണ്ടത് ചെന്നൈ ഹൈക്കോടതിനെയാണ്. കാരണം സെഷൻസ് കോർട്ടിൽ നിന്ന് അപ്പീലിൽ പോകുന്നത് ഹൈക്കോർട്ടിലേക്കാണ്. ഗോവ എന്ന് പറയുന്ന സംസ്ഥാന യൂണിയൻ ടെറിട്ടറി സംബന്ധിച്ചിടത്തോളം ഹൈക്കോർട്ട് എന്ന് പറയുന്നത് ചെന്നൈ ഹൈക്കോർട്ടാണ്. ഇനി ഒരു യൂണിയൻ ടെറിട്ടറിക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഒരു ഹൈക്കോർട്ട് പറയുന്നില്ല എങ്കിൽ ആ യൂണിയൻ ടെറിട്ടറിക്കുള്ളിൽ ഏറ്റവും ഹയസ്റ്റ് ക്രിമിനൽ കോടതി, അത് യൂഷ്വലി സെഷൻസ് കോർട്ട് ആയിരിക്കും. ഹയസ്റ്റ് ക്രിമിനൽ കോടതി ഏതാണോ ആ കോടതി, സുപ്രീം കോർട്ട് അല്ലാതെ മറ്റേതെങ്കിലും ഒരു ഹയസ്റ്റ് ക്രിമിനൽ കോടതി ആ ഒരു യൂണിയൻ ടെറിട്ടറിയിൽ ഉണ്ടെങ്കിൽ ആ യൂണിയൻ ടെറിട്ടറിയിലുള്ള ആ ഹയസ്റ്റ് ക്രിമിനൽ കോടതി ആയിരിക്കും ആ യൂണിയൻ ടെറിട്ടറിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഹൈക്കോർട്ട്. ഓക്കെ, അപ്പൊ അത് ഹൈക്കോർട്ട് ആയിരിക്കില്ല ആക്ച്വലി, പക്ഷെ അതിനെ അങ്ങ് ഹൈക്കോർട്ടായിട്ട് നിങ്ങൾ കണക്കാക്കണം. കാരണം നിങ്ങൾക്ക് വേറെ ഹയസ്റ്റ് കോടതി ഇല്ല. ഇനി നിങ്ങൾക്ക് പോകാൻ പറ്റുന്നത് സുപ്രീം കോർട്ടിലേക്ക്. കാരണം നിങ്ങൾക്ക് അവിടെ ഒരു ഹൈക്കോർട്ട് ഇല്ല. യൂഷ്വലി പോകേണ്ടത് ഹൈക്കോടതിയിൽ നിന്ന് സുപ്രീം കോർട്ടിലേക്കാണ്. പക്ഷെ ആ ഒരു യൂണിയൻ ടെറിട്ടറിക്ക് ഒരു ഹൈക്കോർട്ട് ഇല്ല. അപ്പൊ അതിന് നേരെ പോകാൻ പറ്റുന്നത് സുപ്രീം കോടതിയിലേക്കാണ്. അപ്പൊ സുപ്രീം കോടതിക്ക് തൊട്ട് താഴെ നിങ്ങളുടെ ഏറ്റവും ഹയസ്റ്റ് കോർട്ട് ഓഫ് അപ്പീൽ ഏതാണോ ആ കോർട്ടിനെയാണ് നിങ്ങൾ എന്തെന്ന് വിളിക്കേണ്ടത്. നിങ്ങൾ അതിനെ ഹൈക്കോർട്ടായിട്ട് അങ്ങ് കണക്കാക്കുക എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ബേസിക്കലി ഹൈക്കോടതി ഒരു സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം ആ സ്റ്റേറ്റിന്റെ ഹൈക്കോടതിയാണ്. യൂണിയൻ ടെറിട്ടറിയെ സംബന്ധിച്ചിടത്തോളം ആ യൂണിയൻ ടെറിട്ടറിക്ക് വേണ്ടി ഏതൊരു സ്റ്റേറ്റിന്റെ ഹൈക്കോടതി പറയുന്നുണ്ടെങ്കിൽ ആ ഹൈക്കോടതി ആയിരിക്കും. അങ്ങനെ പറയുന്നില്ലെങ്കിൽ ആ യൂണിയൻ ടെറിട്ടറിയിലുള്ള ഹയസ്റ്റ് അപ്പീലേറ്റ് കോടതി ഏതാണ്, സുപ്രീം കോർട്ടിന് താഴെയുള്ള ആ കോടതിയെ ഹൈക്കോർട്ടായിട്ട് നമ്മൾ അങ്ങ് കണക്കാക്കുക. ഇതാണ് ഹൈക്കോർട്ടിന്റെ ഡെഫിനേഷൻ. ഇനി അടുത്ത വാക്കാണ് എഫ്. 2F ഇന്ത്യ എന്ന് പറയുന്ന വാക്കാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇന്ത്യ എന്ന് പറയുന്ന വാക്കുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ഇന്ത്യ അല്ലെ. അപ്പം ഏതൊക്കെ ടെറിട്ടറിയിലേക്കാണോ ഈ ഒരു കോഡ് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്, അതായത് ഈ കോഡ് CRPC എന്ന് പറയുന്ന കോഡ് ഒരു ഇന്ത്യൻ നിയമമാണ്. അതുകൊണ്ട് ഇന്ത്യ മുഴുവനുമാണ് ഇത് എക്സ്റ്റെൻഡ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഇത് എക്സ്റ്റെൻഡ് ചെയ്യുന്ന ആ ഒരു ടെറിട്ടറി ഏതാണോ ഈ ടെറിട്ടറിയെയാണ് നമ്മൾ ഇന്ത്യ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി 2FG ആണ്. അതിൽ ഇൻക്വയറി എന്ന് പറയുന്ന വാക്കാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇൻക്വയറി എന്ന് പറയുന്ന വാക്കുമുണ്ട്, ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്ന വാക്കുമുണ്ട്. രണ്ടിനും രണ്ട് മീനിങ് ആണ് കേട്ടോ ലോ കൊടുക്കുന്നത്. എൻക്വയറിയും ഇൻവെസ്റ്റിഗേഷനും രണ്ടാണ്. എന്താണ് എൻക്വയറി?
Enquiry means every enquiry other than a trial conducted under this code by a magistrate. ഒരു മജിസ്ട്രേറ്റോ ഒരു കോടതിയോ, മജിസ്ട്രേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ്, ഈ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ്, ഈ 3 കോടതികളുണ്ട്. ഈ 3 കോടതിയിൽ ഇരിക്കുന്ന ജഡ്ജസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മജിസ്ട്രേറ്റുകൾ. അതിനുശേഷം എല്ലാം ജഡ്ജസ് ആണ്, സെഷൻസ് ജഡ്ജ്, ഹൈക്കോർട്ടിലെ ജഡ്ജ്, സുപ്രീം കോടതിയിലെ ജഡ്ജ്. ഓക്കെ, അപ്പം ഒരു മജിസ്ട്രേറ്റോ ഒരു സെഷൻസ് കോടതിയോ ഹൈക്കോർട്ടോ അങ്ങനെ ഏതെങ്കിലും ഒരു കോടതിയോ അവരുടെ പ്രധാന ജോലി വിചാരണ നടത്തുക എന്നുള്ളതാണ്. ഈ വിചാരണയാണ് നമ്മൾ ട്രയൽ എന്ന് വിളിക്കുന്നത്. എന്നാൽ ചില സാഹചര്യങ്ങളിൽ ട്രയൽ അല്ലാതെ മറ്റ് പല കാര്യങ്ങളും ഇവർ ചെയ്യാറുണ്ട്, മറ്റ് പല അന്വേഷണങ്ങളും ഇവർ നടത്താറുണ്ട്. അങ്ങനെ എന്തൊക്കെ അന്വേഷണങ്ങളാണ് ട്രയൽ അല്ലാതെ ഒരു കോടതി അല്ലെങ്കിൽ ഒരു മജിസ്ട്രേറ്റ് നടത്തുന്നത്, അതിനെയാണ് നമ്മൾ എൻക്വയറി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ബേസിക്കലി എൻക്വയറി കൊണ്ട് ഉദ്ദേശിക്കുന്നത് മജിസ്ട്രേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഓക്കെ, മജിസ്ട്രേറ്റ് സ്വയം ചെയ്യുന്ന കാര്യങ്ങളാണ് ട്രയലിന് പുറമെ മജിസ്ട്രേറ്റ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു അതിനെയാണ് നമ്മൾ എൻക്വയറി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി ഇൻവെസ്റ്റിഗേഷൻ. 2H ഇൻവെസ്റ്റിഗേഷൻ. എൻക്വയറിയുടെയും ഇൻവെസ്റ്റിഗേഷന്റെയും ഡെഫിനേഷന്റെ സബ്സെക്ഷൻസ് ഓർത്തു വെച്ചിരിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. 2H ഇൻവെസ്റ്റിഗേഷനെ കുറിച്ച് പറയുന്നത്. ഇൻവെസ്റ്റിഗേഷന്റെ ഡെഫിനേഷൻ എന്താ? ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൾ ദ പ്രൊസീഡിംഗ്സ് അണ്ടർ ദിസ് കോഡ് for the collection of evidence conducted by a police officer or by any person who is authorized by a magistrate in this behalf. ഇൻവെസ്റ്റിഗേഷൻ വരുമ്പോഴത്തേക്കിനും എൻക്വയറി കോടതി കണ്ടക്ട് ചെയ്യുന്നു, ഇൻവെസ്റ്റിഗേഷൻ പോലീസ് കണ്ടക്ട് ചെയ്യുന്നു. ഇങ്ങനെ ഓർത്താൽ മതി. എൻക്വയറി ട്രയൽ അല്ലാതെ കോടതി നടത്തുന്ന കാര്യങ്ങൾ എൻക്വയറി, ഇൻവെസ്റ്റിഗേഷൻ പോലീസ് നടത്തുന്ന ഇൻവെസ്റ്റിഗേഷൻ. എന്താണ് ഇൻവെസ്റ്റിഗേഷൻ കൊണ്ട് അർത്ഥമാക്കുന്നത്? എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു പോലീസ് ഓഫീസർ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് എവിഡൻസ് കളക്ട് ചെയ്യാൻ, അതാണ് മെയിൻ പോയിന്റ്. ഓക്കെ, എവിഡൻസ് കളക്ട് ചെയ്യാനായിട്ട് പോലീസ് നടത്തുന്ന പ്രോസസ്സുകളെ, പോലീസ് ചെയ്യുന്ന കാര്യങ്ങളെയാണ് നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ എന്ന് വിളിക്കുന്നത്. സീ, ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൾ ദ പ്രൊസീഡിംഗ്സ് അണ്ടർ ദിസ് കോഡ് ഫോർ കളക്ഷൻ ഓഫ് എവിഡൻസ്. എവിഡൻസ് കളക്ട് ചെയ്യാനാണ് നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നത്. ഒരു പോലീസ് ഓഫീസറാണ് അത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ചില സാഹചര്യങ്ങളിൽ മജിസ്ട്രേറ്റ് പോലീസ് അല്ലാതെ മറ്റേതെങ്കിലും ഒരു പേഴ്സണോട് പറയാം, പോലീസ് അല്ലാതെ മറ്റേതെങ്കിലും ഒരു വ്യക്തിയോട് പറയാം ഇൻവെസ്റ്റിഗേഷൻ. ഫോർ എക്സാമ്പിൾ ഓംബുഡ്സ്മാൻ ഒക്കെ ഇല്ലേ, അവരൊക്കെ ഇൻവെസ്റ്റിഗേഷൻ ആണ് ബേസിക്. അല്ലെങ്കിൽ നമ്മുടെ ഈ കമ്മിറ്റികളില്ലേ, ഇപ്പം നമ്മുടെ ഹേമ കമ്മിറ്റി, അവർ ഇൻവെസ്റ്റിഗേഷൻ ആണ്, എവിഡൻസ് കളക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മജിസ്ട്രേറ്റ് ചിലപ്പോൾ എന്ത് ചെയ്യാം, ഏതെങ്കിലും ഒരു പോലീസ് അല്ലാതെ ഏതെങ്കിലും ഒരു വ്യക്തി, അല്ലെങ്കിൽ മജിസ്ട്രേറ്റ് അല്ലാതെ നോർമൽ പോലീസ് ഫോഴ്സ് അല്ലാതെ വേറെ ഏതെങ്കിലും ഒരാളോട് എവിഡൻസ് കളക്ട് ചെയ്യാൻ ആവശ്യപ്പെടാം. അങ്ങനെയാണെങ്കിൽ അയാളും ഇൻവെസ്റ്റിഗേഷൻ നടത്തി എന്ന് നമ്മൾ പറയും. അല്ലെങ്കിൽ നോർമലി പോലീസ് എവിഡൻസ് കളക്ട് ചെയ്യാൻ നടത്തുന്ന പ്രോസസ്സുകളെയാണ് നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ എന്ന് വിളിക്കുന്നത്. ഇനി വരുന്നതാണ് ജുഡീഷ്യൽ പ്രൊസീഡിംഗ്സ്. 2I ജുഡീഷ്യൽ പ്രൊസീഡിംഗ്സിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് പ്രൊസീഡിംഗ്സ് ഇൻ ദ കോഴ്സ് ഓഫ് വിച്ച് എവിഡൻസ് മേ ബി ലീഗലി ടേക്കൺ ഓൺ ഓത്ത്. ഒരു കോടതിയുടെ മുന്നിൽ ഓത്തിന്റെ അടിസ്ഥാനത്തിൽ, പ്രതിജ്ഞയുടെ അടിസ്ഥാനത്തിൽ എവിഡൻസ് എടുക്കുന്നതിനെയാണ് നമ്മൾ, എടുക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ജുഡീഷ്യൽ പ്രൊസീഡിംഗ് എന്ന് വിളിക്കുക. അപ്പൊ ഏതൊക്കെ പ്രൊസീഡിംഗ്സിലാണ് ഓത്ത് പറഞ്ഞ് എവിഡൻസ് എടുക്കുന്നത്, ആ പ്രൊസീഡിംഗ്സ് ഒക്കെ ജുഡീഷ്യൽ പ്രൊസീഡിംഗ്സ് ആയിരിക്കും. ശ്രദ്ധിക്കാം, ഓത്ത് പറഞ്ഞ് എവിഡൻസ് എടുക്കുന്ന പ്രൊസീഡിംഗ്സ് ആണ് ജുഡീഷ്യൽ പ്രൊസീഡിംഗ്സ്. ഫോർ എക്സാമ്പിൾ പോലീസും എവിഡൻസ് കളക്ട് ചെയ്യുന്നത്, പക്ഷെ അവർ എവിഡൻസ് കളക്ട് ചെയ്യുമ്പോൾ ഒരിക്കലും ഓത്ത് പറയാറില്ല. ഓത്ത് പറഞ്ഞിട്ടല്ല ആരുടെ കയ്യിൽ നിന്നും അവർ എവിഡൻസ് വാങ്ങുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ മുന്നിൽ നടക്കുന്ന പ്രൊസീഡിംഗ്സ് ജുഡീഷ്യൽ പ്രൊസീഡിംഗ്സ് അല്ല. പക്ഷെ ഓത്ത് പറഞ്ഞിട്ടാണ് നമ്മൾ ഒരാളുടെ കയ്യിൽ നിന്നും എവിഡൻസ് വാങ്ങുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ ജുഡീഷ്യൽ പ്രൊസീഡിംഗ്സ് വിളിക്കുക. ഇനി ഫോർ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു ഓത്ത് പറഞ്ഞിട്ട് വാങ്ങിയത് എവിഡൻസ് ആകുന്നത്. പോലീസ് പോയി ഓത്ത് പറഞ്ഞ ഒരാളുടെ കയ്യിൽ നിന്ന് ഒരു എവിഡൻസ് എടുക്കുകയാണെങ്കിൽ അതിനർത്ഥം അത് എവിഡൻസ് ആണെന്നാണോ, അല്ലെങ്കിൽ അതൊരു ജുഡീഷ്യൽ പ്രൊസീഡിംഗ്സ് ആവുന്നതാണോ? അല്ല. ഓത്ത് പറഞ്ഞ് എവിഡൻസ് എടുക്കുമ്പോഴാണ് ജുഡീഷ്യൽ പ്രൊസീഡിംഗ് ഉണ്ട്. ആ പ്രൊസീഡിംഗ്സിനെയാണ് നമ്മൾ ജുഡീഷ്യൽ പ്രൊസീഡിംഗ്സ് എന്ന് വിളിക്കുക. ഇനി അത്തരത്തിൽ ഓത്ത് പറഞ്ഞ് എവിഡൻസ് എടുക്കണമെങ്കിൽ ലോ സ്പെസിഫിക്കലി പറയണം ഇന്ന ആൾക്ക് ഓത്ത് പറഞ്ഞ് എവിഡൻസ് സ്വീകരിക്കാമെന്ന്. അങ്ങനെ ലോ സ്പെസിഫിക്കലി പറയുന്ന ആൾക്കാർക്ക് മാത്രമേ ഓത്ത് പറഞ്ഞിട്ട് എവിഡൻസ് എടുക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ എടുത്താൽ മാത്രമേ ആ പ്രൊസീഡിംഗ് ഒരു ജുഡീഷ്യൽ പ്രൊസീഡിംഗ് ആവുന്നുള്ളൂ. പോലീസിനോട് എവിടെയും പറയുന്നില്ല ഓത്ത് പറഞ്ഞ് എവിഡൻസ് എടുത്തോളാം. അതുകൊണ്ട് തന്നെ പോലീസിന് ഒരിക്കലും ഓത്ത് പറഞ്ഞിട്ട് എവിഡൻസ് സ്വീകരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അവരുടെ മുന്നിൽ നടക്കുന്ന പ്രൊസീഡിംഗ്സിനെ നമ്മൾ ഒരിക്കലും ജുഡീഷ്യൽ പ്രൊസീഡിംഗ്സ് വിളിക്കില്ല. അപ്പോൾ ജുഡീഷ്യൽ പ്രൊസീഡിംഗ്സ് എന്താണ്? ഓത്തിന്റെ അടിസ്ഥാനത്തിൽ എവിഡൻസ് എടുക്കാൻ സ്വീകരിക്കുന്ന അല്ലെങ്കിൽ അത് അങ്ങനെ ചെയ്യുന്ന പ്രൊസീഡിംഗ്സിനെയാണ് നമ്മൾ ജുഡീഷ്യൽ പ്രൊസീഡിംഗ്സ് എന്ന് വിളിക്കുന്നത്. ഇനി അടുത്ത ഡെഫിനേഷൻ 2J ആണ്. ലോക്കൽ ജൂറിസ്ഡിക്ഷൻ എന്ന വാക്കാണ് 2Jയിലൂടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. 2Jയിൽ ലോക്കൽ ജൂറിസ്ഡിക്ഷനെ എങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? Local jurisdiction in relation to a court or magistrate means ഏത് ലോക്കൽ ഏരിയയിലാണ് within which the court or magistrate may exercise
all or any of its powers under this code. ഈ കോഡിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് കൊടുത്തിരിക്കുന്ന പവേഴ്സ് ഒക്കെ അവർ ഏത് ജൂറിസ്ഡിക്ഷനിൽ ഏത് അധികാര പരിധിയിലാണോ എക്സൈസ് ചെയ്യുന്നത് ആ ജൂറിസ്ഡിക്ഷനെ ആ അധികാര പരിധി നമ്മൾ വിളിക്കുന്ന പേരാണ് ആ കോടതിയുടെ ലോക്കൽ ജൂറിസ്ഡിക്ഷൻ. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയാണ് സെഷൻസ് കോർട്ടിന്റെ ലോക്കൽ ജൂറിസ്ഡിക്ഷൻ ഒരു ഡിസ്ട്രിക്റ്റ് ആണ്. അതായത് ഒരു ഡിസ്ട്രിക്റ്റിനുള്ളിൽ ഏത് ഡിസ്ട്രിക്റ്റിലാണോ സെഷൻസ് കോർട്ട് ഇരിക്കുന്നത് ആ ഡിസ്ട്രിക്റ്റിനുള്ളിൽ എവിടെ വേണമെങ്കിലും അവർക്ക് അവരുടെ അധികാരം എക്സൈസ് ചെയ്യാം. ആൻഡ് സച്ച് ലോക്കൽ ഏരിയ മേ കംപ്രൈസ് ദ ഹോൾ ഓഫ് എ സ്റ്റേറ്റ്. അത് ആ ലോക്കൽ ഏരിയ എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു മുഴുവൻ സംസ്ഥാനമായിരിക്കാം. ഫോർ എക്സാമ്പിൾ ഹൈക്കോടതിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ലോക്കൽ ജൂറിസ്ഡിക്ഷൻ ഒരു മുഴുവൻ സംസ്ഥാനമാണ്. കാരണം അതിന്റെ പവേഴ്സ് അതിനൊരു മുഴുവൻ സംസ്ഥാനത്തിൽ എക്സൈസ് ചെയ്യാം. ഓർ എനി പാർട്ട് ഓഫ് ദ സ്റ്റേറ്റ്, അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിന്റെ ഭാഗമായിരിക്കാം. ഫോർ എക്സാമ്പിൾ ഒരു ജില്ല, സംസ്ഥാനത്ത് ഒരു ജില്ലയിലാണ് സെഷൻസ് കോടതി ഉണ്ടായിരിക്കുക. അപ്പൊ അങ്ങനെ ആ ജില്ലയിൽ മുഴുവനായിട്ടും സെഷൻസ് കോടതിക്ക് അധികാരമുണ്ട്. ആസ് എ സ്റ്റേറ്റ് ഗവൺമെന്റ് മേ ബൈ നോട്ടിഫിക്കേഷൻ സ്പെസിഫൈ. ഇനി ഏതൊക്കെ പാർട്ടിൽ ഏതൊക്കെ കോടതികൾ പവർ എക്സൈസ് ചെയ്യണമെന്ന് സ്റ്റേറ്റ് ഗവൺമെന്റ് ആയിരിക്കും സ്പെസിഫൈ. ശ്രദ്ധിക്കുക, സെൻട്രൽ ഗവൺമെന്റ് അല്ല, സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് സ്പെസിഫൈ ചെയ്യുക. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ നോക്കാൻ ഉദ്ദേശിക്കുന്ന ഡെഫിനേഷൻസ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഡെഫിനേഷൻസ് ആണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. 2A മുതൽ 2J വരെയാണ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു കാറ്റഗറിയിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ ഡെഫിനേഷൻസ് നമ്മൾ ആക്ച്വലി പഠിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അങ്ങോട്ടേക്ക് പോകുമ്പോൾ യൂസ്ഫുൾ ആയിട്ടുള്ള കുറേ ഡെഫിനേഷൻസ്, കംപ്ലൈൻറ്റ്, ചാർജ്, കോഗ്നിസബിൾ ഒഫൻസ്, ബെയിലബിൾ ആൻഡ് നോൺ ബെയിലബിൾ ഒഫൻസ്, അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്ന ഇൻവെസ്റ്റിഗേഷൻ, എൻക്വയറി, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഡെഫിനേഷൻസ് ഒക്കെ നല്ല ഡെപ്തിൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ മനസ്സിലാക്കി വെക്കാം. ബാക്കി ടോപ്പിക്കുമായിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.